ആൻറ്റിയാണ്. അത് ജിൻസൻ്റെ പിതാവാണ്. ഏകദേശം 3 വർഷം മുമ്പ് സംസാരിക്കാനിടയായി. എന്നാൽ ഇന്നാണ് വിസിറ്റ് ചെയ്യാൻ ദൈവം അവസരം ഒരുക്കിയത്. കടന്നു വന്നതിനുള്ള നന്ദി കൂട്ടായ്മയുടെ പേരിൽ വ്യക്തിപരമായ പേരിൽ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ TFKയിലെ ടീച്ചറായിരിക്കുന്ന അഖിലിൻ്റെ പിതാവും മാതാവും സഹോദരിയും വന്നിട്ടുണ്ട്. നിങ്ങളെ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ കടന്നു വന്നതിനുള്ള നന്ദി കൂട്ടായ്മയുടെ പേരിൽ വ്യക്തിപരമായ പേരിൽ അറിയിക്കുന്ന ദൈവസമർത്ഥമാണ്. ഇപ്പോൾ കരങ്ങളെ അടിച്ച് നമുക്ക് പാസ്റ്റർ ജോസഫ് ജോണിനെ സ്വാഗതം ചെയ്യാം. എല്ലാ കാര്യങ്ങളും താലി വിചാരിച്ചു. हालेलुया, हालेलुया, हालेलुया. संतोषമുള്ളവർ എന്ത് ചെയ്യണം? जो लोग खुशी है और वो लोग क्या करना है? എപ്പോഴും അവരുടെ ആദരം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. वो लोग हमेशा उन लोगों का मुंह से प्रभु का धन्यवाद करते हुए बैठना है. നമ്മൾ ഇവിടെ കടന്നു വന്നത് വെറുതെ എന്തോ കണ്ടു മടങ്ങി പോവാനല്ല. हम इधर कुछ ऐसा कुछ बातें देखकर वापस जाने के लिए तो नहीं आए हैं. നമ്മൾ കടന്നു വന്നത് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ. हम इधर आए हैं प्रभु का नाम को महिमा देने के लिए. നമുക്ക് ഈ ലോകത്ത് ഉയർത്തുവാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ. इस दुनिया में हमको ऊंचा उठाने के लिए एक ही नाम है. നമ്മെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി നടത്തിയ ഒരു ദൈവമുണ്ട്. हमें वो अंधकार से रोशनी में चला के लेके आया एक ही नाम है, एक ही परमेश्वर है. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് നമ്മോട് വിളിച്ചു പറഞ്ഞവന്റെ ശബ്ദമാണത്. मैंने जगत का ज्योति करके एक ही आवाज हमने सुना है. ആദ്യമായി ഞാൻ ദൈവത്തിന് സ്തോത്രവും സ്തുതി സ്തോത്രവും എല്ലാം അർപ്പിക്കുകയാണ്. सबसे पहले मैं प्रभु को धन्यवाद के साथ इधर खड़ा होता हूं. കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനും കടന്നു വന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. सभी जनों को दोबारा आने वाला प्रभु यीशु मसीह का नाम में मैंने अभिवादन करता हूं. ദൈവജനം സംസാരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. प्रभु का वचन से बातें करने के लिए मैं बहुत खुशी हूं. കാരണം അനേക പിതാക്കന്മാർക്ക് ലഭിക്കാത്ത ഒരു വലിയ സൗഭാഗ്യം എനിക്ക് ദൈവം തരുവാൻ തക്കവണ്ണമിടയായി. क्योंकि बहुत पिता लोगों को नहीं मिला है सौभाग्य प्रभु मुझे दिया है. എനിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ സ്വാർത്ഥനായി പോയി. എനിക്കും എന്റെ കുടുംബത്തിന്റെ ഭാര്യ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവം തന്ന ഒരു ഭാഗ്യമാണ് ഈ നിൽക്കുന്ന എന്റെ മോൻ എന്ന് പറയുന്നത്. सिर्फ मेरे लिए नहीं है, मैं पापा को और मम्मी को एक सौभाग्य मिला मेरे साथ खड़े होकर सेवकाई में शामिल होने के लिए. അപ്പൻ പ്രസംഗിക്കുമ്പോൾ മകൻ ട്രാൻസ്ലേഷൻ ചെയ്യുക എന്ന് പറയുന്നത് വെറുതെ വേറെ ഒരു കാര്യമല്ല. जब पिता प्रचार करता है बेटा अनुवाद करता है, छोटी सी बातें नहीं है. അത് ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്ന സമയമാണ്. और हृदय के अंदर बहुत खुशी से मैंने नाचते हुए खड़ा हुआ आज इधर. അനേകർ തങ്ങളുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുന്നത് അവർ ജനിക്കുമ്പോഴേ അവരൊരു 5 വയസ്സ് കഴിയുമ്പോഴേ പറഞ്ഞ് മിടുക്കനായി പഠിക്കണം. जब लोग सोचता है एक बच्चा पैदा हुआ तो 5 साल के बाद अच्छा से पढ़ना करके बोलता है. നീ എല്ലാത്തിലും റാങ്ക് മേടിച്ച് അവസാനം നീ എത്തപ്പെടേണ്ടത് എവിടെയാ? വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഒന്നിലായിരിക്കണം. जब बहुत लोग बोलता है तो अच्छे से पढ़ो और बोलकर कहां पे बेचता है? परदेश देश में बेचता है. ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിച്ചു. मैं भी ऐसे ही सोचने वाला एक व्यक्ति था. ഞാൻ എന്റെ കുഞ്ഞിനെയും അങ്ങനെ തന്നെ പഠിപ്പിച്ചു. मेरा पापा ने मुझे भी ऐसे ही पढ़ाया था. ഞാൻ എന്റെ മോനെ പഠിപ്പിച്ചത് ഈ വിദേശ രാജ്യങ്ങളെക്കാൾ വലിയൊരു രാജ്യമുണ്ട്. मैंने मेरा बेटा को इसलिए पढ़ाया, इस परदेश से भी बड़ा एक देश है. അവിടെ കടന്നുപോയി അവിടെ പോയി ജോലി ചെയ്യുവാൻ എല്ലാവർക്കും സാധ്യമല്ല. वहाँ प्रदेश में वो देश में जाकर काम करने के लिए सभी से नहीं होता है. അവിടെ ജോലി ചെയ്യുവാൻ ചില യോഗ്യതകളുണ്ട്. वहाँ काम करना है तो बहुत योग्यता तो जरूरत है. അവിടെ ചില പ്രത്യേക ഇന്റർവ്യൂകളുണ്ട്. वहाँ जाना है तो एक इंटरव्यू पास होने की जरूरत है. ആ ഇന്റർവ്യൂ എല്ലാം പാസ്സായി തെളിഞ്ഞ ശേഷം മാത്രമേ ആ രാജ്യത്ത് ജോലി ലഭിക്കുകയുള്ളൂ. वो जो देश में काम सेवा करना है तो ये सब कुछ पास हुआ तो वो देश में सेवा कर सकता है. ഹല്ലേലൂയ. हालेलुया. ആ രാജ്യത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? और राज्य का नाम क्या है आप लोगों को पता है? നമ്മുടെ കർത്താവ് നിവസിക്കുന്നവനായി സ്വർഗ്ഗ രാജ്യത്തിലാണ് ജോലി. हमारा पिता निवास करने वाला वो स्वर्ग राज्य की बात ने बताया था. സ്വർഗ്ഗ രാജ്യത്തിന്റെ
അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നത് ചെറിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. और स्वर्गीय राज का सेवक बनकर काम करना बहुत छोटी सी बात नहीं है. എനിക്ക് വിദ്യാഭ്യാസമില്ലായിരുന്നു, मुझको तो बड़ा पढ़ाई शिक्षा नहीं मिला, എങ്കിലും എന്റെ കർത്താവ് എന്തിനോ എന്നെ വിളിച്ചാക്കി എന്ന് മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ मैं കഴിയുന്നുള്ളൂ. सोचता हूँ फिर भी प्रभु मुझे बुलाकर एक काम के लिए चुन के रखा. ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്തിനാ ഈ 19 വയസ്സ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ആക്കിയത് എന്തിനു വേണ്ടിയാണ്? मैंने भी प्रभु से पूछा है 30 और 33 साल के बाद प्रभु क्यों बुलाया? കർത്താവ് എനിക്ക് എങ്ങും എത്തിച്ചേരാൻ കഴിയുന്നില്ലല്ലോ. कभी कभी सोचता हूँ मैं कभी भी नहीं पहुँच पाया हूँ. ഇതിന്റെ പേരിൽ എനിക്ക് വന്ന കഷ്ടനഷ്ടങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല. आपके नाम लेने के बाद मेरे जीवन में वो मुसीबतें और वो बहुत कष्ट नष्ट आया है. ഞാൻ ജനിച്ചു വളർന്നത് ഒരു കത്തോലിക്ക കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ മതിലേക്കെടുത്ത് അഭിമാനിക്കുന്ന ഒരു മതത്തിലാണ്, ഒരു കുടുംബത്തിലാണ്. मैंने कैथोलिक परिवार में मेरा पैदा हुआ था. എന്റെ പിതാവ് കത്തോലിക്ക പള്ളിയിലെ, നിങ്ങൾക്ക് കത്തോലിക്കരാണെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് ചെമ്പതോർ എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട് പള്ളിയിൽ. कलिसिया में एक जगह है. ചെമ്പതോർ എന്ന് പറയുന്നത് പള്ളിയിൽ അച്ഛൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം, കപ്പ്യാൽ അത് കഴിഞ്ഞേ ഉള്ളൂ. वहाँ पादरी के बाद वो स्थान होता है, वो स्थान था मेरा पिता का. ആ സ്ഥാനം വഹിച്ച ഒരാളായിരുന്നു എന്റെ പിതാവ്. वो काम करने वाला, सेवा करने वाला पिता था मेरा. എന്തുകൊണ്ട് ദൈവം അദ്ദേഹത്തിന്റെ മകനായി എന്നെ തന്നെ ദൈവത്തിന് എന്നിൽ എന്തോ പ്രസാദം തോന്നുവാൻ ഇടയായി തീർന്നു. परमेश्वर ने उनका बेटा मुझे पसंद किया और मुझे बुलाया. ഞാൻ നോക്കിയിട്ട് എന്നിൽ ഒരു മഹത്വവും എനിക്ക് കാണുവാനില്ല. मैं मेरे बारे में सोच के देखा, मेरे जीवन में कुछ अच्छा बातें नहीं देख पाया. കുറച്ച് പൊക്കവും മണമൊക്കെ ഉണ്ടെങ്കിൽ അതിനെങ്കിലും കൊള്ളാമായിരുന്നു. कुछ लंबा या कुछ और थोड़ा मोटा है तो और थोड़ा योग्यता है करके समझता था. എന്നാൽ ഏറ്റവും കുള്ളനായ ഒരു മനുഷ്യനായി തീർന്നു ഞാൻ. एक छोटा सा व्यक्ति हूँ मैं. എങ്കിലും ദൈവത്തിന് നമ്മുടെ പൊക്കമോ വണ്ണമോ അല്ല പ്രധാനം. प्रभु हमारा ऊंचाई और हमारा लंबाई और उसके बारे में सोचता नहीं है. അവൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അവൻ മനുഷ്യനെ പുറമെയുള്ളതിനെയല്ല നോക്കുന്നത്, അവൻ അകമേയുള്ളതിനെയാണ് കാണുന്നത്. बाहर का बातें देखने वाला परमेश्वर नहीं है, वो आंतरिक बात को देखने वाला परमेश्वर है. ആ അകമേയുള്ള കാണുന്ന ദൈവമാണ് ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നത്. दिल को देखने वाला परमेश्वर हमारे बीच में आए हैं. ഇന്ന് എന്നെ അറിയാവുന്ന ഒരു വ്യക്തികൾ പോലും ഇവിടെ ഇല്ല. मुझको जानने वाला ज्यादा लोग इधर नहीं है. ഇപ്പൊ പാസ്റ്റർ പറഞ്ഞത്, അജയ് പറഞ്ഞ പോലെ ഞങ്ങൾ 3 വർഷം മുന്നേ ഫോണിൽ കൂടിയുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. पास्टर ने और साहब ने भी बोल रहा था 3 साल से पहले एक बार बातें किया था मोबाइल में. മുഖം പോലും ഞങ്ങൾ ശരിക്കും കണ്ടിട്ടില്ല. चेहरा भी सीधा नहीं देखा. എന്നാൽ എന്നെ ശരിക്കറിയാവുന്ന ഒരു വ്യക്തി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. मुझे बहुत अच्छा से जानने वाले एक व्यक्ति इधर आए हैं. ആ വ്യക്തി നമ്മുടെ മധ്യത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ वो സ്തുതിക്കുന്നു. व्यक्ति हमारे बीच में बैठा है, इसलिए प्रभु का धन्यवाद करता हूँ. അദ്ദേഹം പറയുവാൻ കൊണ്ടപടിയായി തീർന്നു. उन्होंने ऐसा बताया था, 2-3 പേർ എവിടെ കൂടി വരുന്നുണ്ടോ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. 2 या 3 लोग कहाँ इकट्ठा होता है उसके बीच में मैं हूँ. ആമേൻ, ഹല്ലേലൂയ. हालेलुया. ഇന്ന് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച, അടക്കപ്പെട്ട, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സകലത്തിന്മേൽ ജയം വരിച്ചവനായ യേശു ക്രിസ്തുവാണ്. हमारे बीच में आए हुए पिता परमेश्वर कैलवरी क्रूस पर मरा था और जीवता था हमारे लिए स्वर्ग में अभी भी जीने वाला परमेश्वर है. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करता है? വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. जो विश्वास करते हैं प्रभु को धन्यवाद हालेलुया. कीजिए. हालेलुया. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ തൊണ്ട തുറന്ന് ദൈവത്തെ हम സ്തുതിക്കണം. हमारा मुंह खोलते हुए प्रभु को धन्यवाद करना है. ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയതല്ല. मैं इधर खड़े होकर विचार कर सकता हूं करके मुझे पता नहीं था. ഇന്നലെ വൈകിട്ട് മുതൽ കുത്തിയുള്ള ചുമ, വാ തുറന്ന ചുമയായിരുന്നു. कल शाम से लेकर बहुत काशी से मैंने पीड़ित हूँ. രാവിലെ ഇവിടെ കടന്നു വന്നപ്പോൾ സഹോദരിമാർ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി തന്നു. इधर आने के बाद सुबह वो जो दीदी लोग ने एक अच्छा कॉफी बना के दिया. ദൈവകൃപയാൽ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ചുമയൊക്കെ മാറി. परमेश्वर की कृपा से वो पीने के बाद मेरा काशी को दूर हो गया. അതുകൊണ്ടെന്നാൽ ദൈവത്തിന് നമ്മെ കൈവിടാൻ കഴിയത്തില്ല. परमेश्वर हमें छोड़ने वाला परमेश्वर नहीं है. ദൈവം ഇവിടെ കൂട്ടിവരുത്തിയിട്ട് ചില ഉദ്ദേശങ്ങളെ അവൻ നിവർത്തിക്കാതെ വിടുകയില്ല. परमेश्वर मुझे इधर लेके आया उद्देश्य को पूरा करा नहीं है तो परमेश्वर नहीं छोड़ेगा. നമ്മുടെ ഈ പ്രസ്ഥാനം തുടങ്ങി വെക്കുവാനായിട്ട് അച്ചായന് കൊടുത്തിരിക്കുന്ന ഒരു ആത്മീയ ദൃഷ്ടിയുണ്ട്. ये जो संस्था को शुरू करने के लिए प्रिय साहब को भी एक आत्मीय रूप से दर्शन दिया है. വെറും ഒരു മനുഷ്യന്റെ ദൃഷ്ടിയോ മനുഷ്യന്റെ ആലോചനയോ അല്ല. वो इंसान का सोच और इंसान का जो सोच योजना नहीं है. സകലത്തിന്മേലും വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി അത്രേ. हर बातों के ऊपर मंडलाने वाला परमेश्वर पवित्र आत्मा का ताकत है. वो സന്തോഷമില്ലേ? आप लोग खुशी नहीं है क्या? സ്തോത്രം. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഒരുവേള മലയാളം പറയുമ്പോൾ ചില വാക്കുകൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. अगर मलयालम बोलने के समय में कभी-कभी छोटी-मोटी बातें गलत होता है. എനിക്ക് മലയാളം ഭാഷയോട് വലിയ വശമൊന്നുമില്ല, എങ്കിലും ഞാൻ പ്രസംഗിക്കുന്നു എന്ന് मलयालम भाषा में प्रचार करते हुए आदत नहीं है, फिर भी मैंने प्रभु के सामने खड़ा
ഇപ്പോൾ ഞങ്ങളുടെ വായിൽ ഞങ്ങൾ വാ തുറന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയൊക്കെ വായില് മലയാളവും തെലുങ്കും കൂടെ ചേർന്നിട്ട് മിക്സർ എങ്ങനെ കിട്ടുന്നോ അതുപോലത്തെ ഒരു അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. आजकल मुंह खोल के कुछ बातें किया तो हमारे मुंह पे तेलुगु और मलयालम मिक्स होकर कुछ शब्द निकलता है. ആമേൻ, ഹല്ലേലൂയ, हालेलुया. ഇന്ന് രാത്രികാലം എനിക്ക് ദൈവം എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. प्रभु मुझे दिए हुए समय पे समाप्त करने के लिए मैं कोशिश करता हूँ. അതിനായി നമുക്ക് ഒരു ദൈവവചനം വായിക്കാം. इसलिए हम एक वचन पढ़ेंगे. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം फिलिपियों का पत्री 2-ാം അധ്യായം इसका दूसरी अध्याय അതിന്റെ 5-ാം വാക്യം 5वां वचन 5 മുതൽ 7 വരെ ഒന്ന് വായിച്ചാൽ 5 से लेकर 7 तक किसी ने पढ़ी है. फिलिपियों का पत्री अध्याय 2 5 से लेकर 7 तक जल्दी किसी ने खड़े होकर पढ़िए. जैसा मसीह यीशु का स्वभाव था वैसा ही तुम्हारा भी स्वभाव है, जिसने परमेश्वर के स्वरूप में होकर भी परमेश्वर के तुल्य होने को अपने वश में रखने की बात ना समझा, वरन अपने आप को ऐसा शून्य कर दिया और दास का स्वरूप धारण किया और मनुष्य की सामर्थ्य में हो गया. ക്രിസ്തുയേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ, हालेलुया. നമ്മൾ വായിച്ച ദൈവവചന ഭാഗം എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു വേദഭാഗം. ये जो वचन हमने अभी आप लोगों के सामने पढ़ा है हमेशा आपको सोचने वाला एक वचन है. ഇപ്പോൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടികിട്ടി കാണും. ये वचन पढ़ने के समय आप लोग इस वचन का अर्थ क्या है समझ आया होगा. ഒരു പിതാവ് തന്റെ മകനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ചില ആഗ്രഹത്തെ കുറിച്ചാണ് एक पिता उनके बेटा के बारे में एक सोच रखा है और सोच के बारे में इस वचन में पढ़ सकता है. നമ്മുടെ പിതാവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കർത്താവിനെയാണ്. इधर पिता करके मैंने बोला हमारा पिता परमेश्वर को. ആ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ वो परमेश्वर हमारे बारे में क्या सोच के रखा है. ആ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരണമെന്ന്. वो यीशु मसीह का स्वभाव हमारे जीवन में आने के लिए है. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, मत्ती से समाचार में ऐसा बताता है ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, और चेला गुरु से ऊपर नहीं है. എന്നാൽ ശിഷ്യന് ഗുരുവിന്റെ ഒപ്പം വരേക്ക് കടന്നു ചെല്ലാൻ പറ്റും. और चेला को गुरु की आसपास जाने के लिए और उनकी समान होने के लिए होता है. ഗുരുവിന്റെ മീതെ കടന്നു ചെന്നാൽ ലൂസിഫറിന്റെ पड़ी वो गुरु का ऊपर गया तो लूसीफर के जीवन में क्या वो ऐसा ही हो जाता है. हालेलुया. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരണം. और यीशु मसीह का स्वभाव हमारे जीवन में आना है. അവൻ ദൈവരൂപത്തിലിരിക്കെ और परमेश्वर होने के नाते ദൈവപുത്രനാണെന്ന് എനിക്കറിയാം. वो परमेश्वर का पुत्र है करके उनको पता है. ഞാൻ 2025 വർഷം മുന്നേ ജനിച്ച ഒരു വ്യക്തിയല്ല. 2025 साल से पहले जन्म हुआ एक व्यक्ति नहीं है. അതിനു മുൻപേ ലോകാരംഭം മുതലേ ഈ ലോകത്തിൽ ഒരു പിതാവും പുത്രൻ പരിശുദ്ധാത്മാവും ഉണ്ട്. पहले से लेकर आदि में से पिता पुत्र पवित्र आत्मा इस धरती पर मंडलाया है. നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ जब हम उत्पत्ति का किताब पढ़ते हैं വെള്ളത്തിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. वहाँ पानी के बारे में पढ़ सकता है. ജലത്തിന്മേലെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? वो जो जगह पर धरती के ऊपर क्या किया था परमेश्वर ആത്മാവ് ने. പരിവർത്തിച്ചുകൊണ്ടിരുന്നു. पर में पवित्र आत्मा ने मंडलाते हुए हम देख सकता है. അപ്പോൾ ലോകാരംഭം മുതലുള്ള നമ്മുടെ കർത്താവ് इस धरती की शुरुआत से लेकर उसके पहले से लेकर हमारा परमेश्वर है. നമ്മെ വിളിച്ച് വേർതിരിച്ച കർത്താവ്, हमें बुलाकर अलग किया वो परमेश्वर. നമ്മെ ഒരു വിശുദ്ധ രാജകീയ പുരോഹിത വർഗമാക്കി हमें മാറ്റി. पवित्र जन और उनका जाति बनाकर हमें खड़ा किया है. കർത്താവ് ഇങ്ങനെ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. और यीशु मसीह हमारे बारे में ऐसा सोचने से कोई गलत बातें नहीं है. നിങ്ങളിൽ ആർക്കെങ്കിലും തെറ്റാണെന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? आप लोग क्या सोचते हैं कि ऐसा हमारे बारे में सोचा तो गलत है करके. എന്റെ മകൻ എന്നെ പോലെ ആയിരിക്കണമെന്ന് എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ തെറ്റാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? मेरा बेटा मेरे जैसा ही अच्छा होना है करके कि पिता ने सोचा तो गलत है क्या. ഞാൻ എന്റെ മകനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. मैं मेरा बेटा के बारे में सोच रहा था. അവൻ ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, और इस दुनिया का ज्ञान पाने के लिए नहीं है. സ്വർഗത്തിന്റെ ജ്ഞാനം വാങ്ങി और स्वर्ग राज का ज्ञान पाने के लिए സ്വർഗത്തിന് വേണ്ടി അവൻ പ്രയോജനപ്പെടണം. और स्वर्ग राज के लिए इस्तेमाल होने के लिए मैंने कोशिश आग्रह किया. ഞാൻ ആഗ്രഹിച്ചതിനെ തന്നെ ദൈവം എനിക്ക് തരുവാൻ मैं जो
प्रार्थना आग्रह किया तो वही परमेश्वर मेरा जीवन में दिया। അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നീ എന്താഗ്രഹിക്കുന്നുവോ ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം തരുവാൻ മതിയായവനാണ്. ऐसे तो इस रात का समय में आप जो बात सोचकर प्रार्थना में हो देने के लिए परमेश्वर से होता है। ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया। ഈ ലോകത്തിൽ ഒന്നിനും നമുക്ക് തരുവാൻ കഴിയാത്തതാണ്. इस धरती पर कुछ ही कोई भी बात है हमको नहीं देने वाला बात है। ഒന്നാമത്തെ വിഷയം ഇതാണ്, സമാധാനം. सबसे पहली बात है शांति का बात है। കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ പറയുവാൻ തുടങ്ങിയത്, पिता यीशु मसीह ने हमसे ये बताया, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു. मैं मेरा शांति तुझको देख कर जाता हूँ। ഇന്ന് ആർക്കെങ്കിലും സമാധാനം ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ, अगर आपका जीवन में शांति महसूस नहीं कर पाया तो, ആരെങ്കിലും ദുഃഖത്തോടെ ഭാരത്തോടെ തല കുനിഞ്ഞിരിക്കുന്നുവെങ്കിൽ, अगर दुख और भार के साथ आप लोग मुंडी नीचे करके बैठा तो भी നിന്നെ ഉയർത്തുവാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി आपको വന്നു. ऊंचा करने वाला एक परमेश्वर हमारे बीच में आए हैं। സകലത്തിന്റെയും നമ്മളെ ഉയർത്തുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മൾ ആരാധിക്കുന്നത്. सब बातों को ऊपर तुझे ऊंचा करने वाला परमेश्वर को हम आराधना करता है। ആ ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? वो परमेश्वर को किसी ने देखा ആ है क्या? ദൈവം ആരോടെങ്കിലും वो സംസാരിച്ചിട്ടുണ്ടോ? परमेश्वर किसी से बात किया है क्या? നീ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സംസാരിക്കും. अगर तू कोशिश किया तो आग्रह किया तो जरूर तुझसे बातें करेगा। വിവാഹം ചെയ്തതിന് ശേഷം पर शादी होने के बाद ഭാര്യ വേറൊരു സ്ഥലത്ത് ഭർത്താവ് വേറെടുത്തുവാണെങ്കിൽ അവർക്ക് സംഗമിക്കാൻ കഴിയില്ല, അവർക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. और हस्बैंड और वाइफ पति पत्नी अलग अलग जगह पे जिया तो दोनों को एक साथ जीना तो नहीं होगा। വിവാഹത്തിന് മുമ്പ് അവരുടേതായിരിക്കുന്ന ചിന്തകൾ രണ്ടും രണ്ട് और രീതിയിലായിരുന്നു. शादी होने से पहले दोनों का चिंता दोनों का सोच अलग अलग तरीका में होता है। വിവാഹത്തിലൂടെ അവരുടെ ആലോചനകൾ, അവരുടെ ചിന്തകൾ, പ്രവൃത്തികളെല്ലാം ഒന്നിലേക്ക് കടന്നു വന്നു. शादी होने के बाद दोनों का सोच एक ही सोच होता है। അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം പുണ്യാഹ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എന്റെയും നിന്റെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ऐसे है तो आज रात का समय में वो पवित्र लहू से हमें बचाने वाला पवित्र परमेश्वर का एक बातें है। ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ നീ താഴ്ത്തി वो ഏൽപ്പിക്കുന്നുവെങ്കിൽ, परमेश्वर के चरणों में तू तुझको समर्पण किया तो നിന്റെ അഹങ്കാരത്തോടെയല്ല, നിന്റെ ഗർവത്തോടെയുമല്ല, तेरा गर्व और क्रोध के साथ नहीं है। നിന്റെ ബുദ്ധിയിലോ നിന്റെ ജ്ഞാനത്തിലുമല്ല, तेरा जो चिंता और तेरा सोच और तेरा बुद्धि और ज्ञान में नहीं है। ദൈവത്തിന്റെ ആത്മാവിന്റെ പുതുക്കത്തിൽ നീ ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ചു पवित्र കൊടുക്കുക. आत्मा का नया रूप से बात के आप परमेश्वर के सामने आपको समर्पित किया तो ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. आज का रात के समय में तेरा जीवन में बदलाव നിന്റെ आएगा। ആഗ്രഹങ്ങളെ ദൈവം तेरा സാധിപ്പിച്ചു. आग्रह को परमेश्वर पूरा करेगा। നിന്റെ ആഗ്രഹങ്ങളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. तेरा आग्रह तेरा चिंता को योजना को परमेश्वर के हाथों में देना। അവൻ അതിനെ നിർവഹിക്കുന്നത് സദൃശമാക്കി എഴുതിയ ശലോമോൻ രാജാവ് പറഞ്ഞു. शलोमोन राजा ने बताया है नीति वचन में वो तेरा परमेश्वर तेरे जीवन में पूरा करके देगा। നമ്മുടെ ആഗ്രഹങ്ങളെ അറിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. हमारा सोच को जानने वाले एक अच्छा परमेश्वर है। എന്റെ ആഗ്രഹത്തെ അറിഞ്ഞ എന്റെ മോൻ, मेरा आग्रह को पता किया था मेरा बेटा ने। അവൻ ദൈവസന്നിധിയിൽ എത്തപ്പെട്ടപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം എന്റെ ദൈവം അതിൽ എത്രയോ അനുഭവിക്കുവാൻ ഇടയായി. जब वो परमेश्वर का काम में था उस समय से लेकर मैं कितना खुशी हो परमेश्वर जानता है। നമ്മൾ ഇവിടെ സന്തോഷിക്കുന്ന സന്തോഷമല്ല സ്വർഗത്തിലെ സന്തോഷം. इससे बड़ा एक खुशी मनाने वाला जगह है स्वर्ग राज। അവിടെ ഒരു വലിയ വിരുന്ന് തന്നെ നടക്കുവാൻ वहाँ एक ഇടയായി. बड़ा भोजन के साथ एक त्योहार मनाता है। അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാവം നമ്മൾ മാറ്റിയെടുക്കണം. ऐसे तो हमारा जीवन का स्वभाव को बदलने की जरूरत है। ആത്മാവിന്റെ പ്രവൃത്തികൾ നമ്മൾ വെളിപ്പെടുവാൻ തുടങ്ങണം. वो आत्मा का काम हमारे जीवन में प्रकाशन होने की जरूरत है। പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നമ്മളിലേക്ക് വീശുവാൻ पवित्र തുടങ്ങണം. आत्मा का हवा हमारे जीवन में आने की जरूरत है। ഗലാത്യർക്കെതിരെ എഴുതിയ ലേഖനത്തിൽ गलातियों का पत्री में ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. आत्मा का वरदान के फल के बारे में वहाँ लिखा है। അതിൽ എഴുതിയിരിക്കുന്നതിൽ നമുക്കില്ലാത്തതും ദൈവത്തിനുള്ളതുമായിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. वहाँ हमको जो नहीं है परमेश्वर को है वो एक बड़ा बात है वहाँ बहुत अच्छा से लिखा है। ഗലാത്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം गलातियों का पत्री उसका 5वां अध्याय അതിന്റെ 22-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 22 वचन किसी ने पढ़ी। गलातियों का पत्री अध्याय 5 का 22। पर आत्मा का फल प्रेम आनंद शांति धीरज कृपा भलाई और विश्वास। तेज नम्रता और संयम है। ऐसे कामों के विरोध में कोई भी व्यवस्था नहीं। ആമേൻ ഹല്ലേലൂയ. हालेलुया। അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവത്തിൽ മുഖ്യമായ ഒന്നാണ്. वहाँ परमेश्वर का स्वभाव में मुख्य बात है वहाँ लिखा है। അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. वहाँ आप लोग समझ लिया होगा। ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. बैठने वाला बच्चों लोगों को क्या समझ आया क्या? യേശു നമ്മുടെ മേലെ കോപിക്കുവാനായിട്ട്
സ്നേഹിക്കുകയാണ് ചെയ്തത്. परमेश्वर हमको हमारे ऊपर गुस्सा करने वाला है और प्रेम करने वाला है। യേശു ഏതെങ്കിലും ഒരു ചൂരലുമായിട്ട് നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടോ? परमेश्वर यीशु मसीह एक लकड़ी के साथ हमारे पास आया क्या? നമ്മുടെ തെറ്റുകളെ നോക്കിയാൽ യേശു ചൂരല് കൊണ്ടല്ല അടിക്കുന്നത്, വലിയ പാലെടുത്ത് അടിക്കേണ്ട സമയം. अगर हमारा गलतियों को देखा तो परमेश्वर हमें लकड़ी से नहीं, बड़ा मोटा लकड़ी से मारने हैं। നമ്മൾ അത്രപോലും ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ്. हमारे कामों की वजह से हम परमेश्वर से दूर गए लोग हैं। നമ്മളൊരു കാട്ടുമുന്തിരി ചെടിയായിരുന്നു. हम एक बहुत अलग जीने वाला व्यक्ति था। കാട്ടുമുന്തിരിയായിരുന്ന നമ്മെ അവൻ നല്ല മുന്തിരിയോട് കൂട്ടിച്ചേർക്കുവാൻ ഇടയായിത്തീർന്നു. एक जंगल में जीने वाले एक घोड़े के समान था, हमको एक अच्छा घोड़े के समान उन्होंने बनाया। ഇങ്ങനെ പാടുന്നുണ്ട്, भजन संगीत में ऐसा गाता है, അവൻ ഒരു തോട്ടം ഉണ്ടാക്കി, उन्होंने एक अच्छा वाटिका बनाया, ആ തോട്ടം ഉഴുതു മറിച്ചു, और वाटिका में अच्छा से काम किया। അതിനകത്തുള്ള കല്ലും കട്ടയും എല്ലാം നിരപ്പാക്കി, वहाँ का गलत काम, वो पत्थरों को, सब बातों को, झाड़ियों को निकाला। അവിടെ ഒരു നല്ല മുന്തിരി ചെടിയുടെ തണ്ട് കണ്ടിച്ചുകൊണ്ട് അവിടെ കുഴിച്ചു വെച്ചു. एक अच्छा अंगूर का पेड़ को लेके आकर वहाँ रखा है। അവന്റെ ഉദ്ദേശം അതിൽ നല്ല മുന്തിരിങ്ങ പറിച്ച് തിന്നാമെന്നായി. और परमेश्वर ने सोचा उसमें से अच्छा अंगूर आएगा, वो मैं खा सकता हूँ। എന്നാൽ നമ്മുടെ കർത്താവ് ചിന്തിച്ചതിന് അപ്പുറമായിരുന്നു അതിൽ കായ്ച്ച കായ്ഫലം. और उसका अंदर जो फल आया, हमारे परमेश्वर का सोचने से भी विरोध था। ആ മുന്തിരിയിൽ കായ്ച്ചത് ഏത് കായായിരുന്നു? वो अंगूर का झाड़ी में क्या फल आया था आपको पता है? മധുരമുള്ള കായായിരുന്നോ കയ്പുള്ള കായായിരുന്നോ? क्या उसमें एक अच्छा से फल आया या वो एक कड़वा फल आया है? നിങ്ങളൊന്ന് പറയാൻ പറ്റുമോ? आप लोग बोल सकते हैं क्या? മലയാളം അറിയാവുന്നവരെന്ന് പറഞ്ഞേ കാട്ടുമുന്തിരിയ അവിടെ കൊണ്ടുപോയി വെച്ചത് എഴുതിയ നല്ലത്, പക്ഷെ കായ്ച്ചത് കാട്ടുമുന്തിരിയായിരുന്നു. वहाँ जंगल का अंगूर को हम देख सकता है, കാട്ടുമുന്തിരി കൊണ്ട് പ്രയോജനമില്ല. और जंगल के अंगूर का पेड़ से कोई काम नहीं है। അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ऐसे तो हम सोचते हैं पिता परमेश्वर हमें कैसे प्रेम किया है। ഇന്ന് നമ്മളുടെ മധ്യത്തിൽ ഈ സ്നേഹമുണ്ടോ? और क्या हमारे बीच में वो प्रेम है क्या? ഇന്ന് നമ്മൾ സെൽഫിഷ്നെസ് ആയ ഒരു മനുഷ്യരായിട്ട് हम ജീവിക്കുകയാണ്. एक खुद के बारे में सोचने वाला इंसान के रूप में जीने का समय ഇന്ന് है। നമ്മൾ സ്വാർത്ഥരല്ലേ? हम एक स्वार्थी और स्वभाव वाला लोग हैं। നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. हम सोच के देखा तो എനിക്ക് നിന്നെ കുറിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? क्या हम एक दूसरों के लिए प्रार्थना करने वाला लोग हैं क्या? നിങ്ങൾക്ക് എന്നെ കുറിച്ച് പ്രാർത്ഥിക്കുവാൻ आप കഴിയുന്നുണ്ടോ? लोग मेरे बारे में प्रार्थना कर सकते हैं क्या? നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാന്ന് പറഞ്ഞാൽ हम हमारा प्रार्थना के बारे में सोचा तो ഞാനും എന്റെ കുടുംബവും മാത്രമാണ് എന്റെ പ്രാർത്ഥനയിൽ ഒതുങ്ങുന്നത്. मेरा प्रार्थना में मैं और मेरा परिवार की सबसे मुख्य बातें हैं। അതിന്റെ കാരണം നമ്മൾ എന്തോ ഉണ്ട് എന്ന് നമ്മൾ इसका അഹങ്കരിക്കുകയാണ്. मतलब है मुझ में कुछ है करके हमारा सोच है। നമ്മിൽ ഉള്ളതിനെ ഇല്ലാതെയാക്കി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുമ്പോഴാണ് അവൻ നമ്മെ ഉയർത്തുവാൻ ഇടയായിത്തീരുന്നത്. हमें जो है वो बातें हम उन्हें निकाल कर परमेश्वर हाथों में दिया तो समर्पण किया तो നമ്മിൽ ദൈവസ്നേഹം ഇല്ല എങ്കിൽ പിന്നെ എന്താ നമ്മളിലുള്ളത്? परमेश्वर का प्रेम हमारे जीवन में नहीं है तो हमारे जीवन में कोई नहीं है। പരസ്പരം കണ്ടാൽ ഒരു പ്രൈസറോട് പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ, कभी कभी एक दूसरों को मिला तो एक जय मसीह की बोलने के लिए भी ഒരു മനുഷ്യന്റെ കണ്ണുനീരിനോടൊപ്പം നമുക്ക് കരയുവാൻ കഴിയുന്നില്ല. किसी व्यक्ति का आंसू को पूछने के लिए भी हमसे नहीं हो रहा है। സന്തോഷത്തിൽ സന്തോഷിക്കാൻ 10 പേരുണ്ടാകും. उनका खुशी का समय खुशी मनाने के लिए 10 लोग होगा। നയിലിന്റെ വിധവയെ കുറിച്ച് പഠിക്കുമ്പോൾ जब हम वो विधवा के बारे में पढ़ने का समय അവിടെ വിധവയുടെ കണ്ണുനീരിനെ കാണുവാൻ അനേകരുണ്ടായിരുന്നു. वो विधवा का आंसू को देखने के लिए बहुत लोग था, പക്ഷേ അവളുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. उनका आंसू को पूछने वाला कोई नहीं था, അവർക്ക് സന്തോഷം പകരുവാൻ ആർക്കും കഴിഞ്ഞില്ല. उनका खुशी का करने के लिए कोई नहीं था। എന്നാൽ ഇതിന്റെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു हमारे प्रभु परमेश्वर यीशु मसीह ആ സ്ത്രീയെ സന്തോഷത്തിന്റെ പദവിയിലേക്ക് ഉയർത്തുവാൻ और स्त्री को भी एक अच्छा आनंद की जगह पर लेके गया है। ആ ദൈവത്തിന്റെ കൃപയാണ് ദൈവസ്നേഹം എന്ന് वो പറയുന്നത്. परमेश्वर का कृपा है, परमेश्वर का प्रेम। പരിശുദ്ധാത്മാവിന്റെ ഒന്നാമത്തെ ഗുണമാണ് സ്നേഹം. पवित्र आत्मा का सबसे बड़ा फल है प्रेम। ദൈവസ്നേഹം നമ്മിലേക്ക് കടന്നു വരണം. वो परमेश्वर का स्वभाव और प्रेम हमारे जीवन में आने का जरूरत ദൈവത്തിന്റെ है। സ്നേഹത്തിൽ നമ്മൾ നിറയപ്പെടണം. परमेश्वर का प्रेम में हम पूरे भरने का जरूरत है। അങ്ങനെയെങ്കിൽ എന്റെ ദുഃഖം നിന്റെയും കൂടെ ദുഃഖമായി, ऐसे तो मेरा दुख आपका भी दुख बन जाता है, നിന്റെയും ദുഃഖമായി. मेरा आनंद आपका आनंद बन जाता है। അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ प्रेरितों का काम पढ़ने के समय അവിടെ കൂടി വന്ന 120 പേര് പരിശുദ്ധാത്മാവ് ദീനാളത്തിൽ ഇറങ്ങി വന്നു. वहाँ पे इकट्ठा हुआ था 120 लोगों था, ऊपर पवित्र आत्मा मंडलाया था। അവിടെ കൂടി വന്നിരുന്ന ജനങ്ങൾ, वहाँ आए हुए लोग, അതിൽ യേശുവിന്റെ അമ്മ മറിയമുണ്ട്. वहाँ यीशु मसीह का मां मरियम भी थे। അവിടെ കൂടുന്ന എല്ലാവരും യേശുവിനോട് ബന്ധപ്പെട്ടവരായിരുന്നു. वहाँ आए हुए सबसे ज्यादा लोग यीशु मसीह से रिश्ता रखने वाला लोग എന്നാൽ था। അവിടെ
ഇത് എന്റേതാണ് എന്ന് പറഞ്ഞില്ല. वहाँ आए हुए लोग एक कि मेरा है करके नहीं बोला, അവർക്ക് ഇത് എന്റേതാണെന്ന് പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. और मेरा है करके बोलने के लिए उन लोगों को नहीं हुआ। ഇതെല്ലാം നമ്മുടേതാണ് എന്നാണ് അവർ वो പറഞ്ഞത്. लोग बोले ये सब हमारा है करके അവിടെ बोला। കാണിക്കുന്ന ദൈവസ്നേഹത്തെയാണ് वहाँ കാണിക്കുന്നത്. पवित्र परमेश्वर का प्रेम की बातें में हम देख അവിടെ सकता കാണിക്കുന്ന है, ദൈവത്തിന്റെ ഐക്യതയാണ് और കാണിക്കുന്നത്. परमेश्वर का एक एकता को हम देख सकता है। അപ്പോൾ അവിടെ ദൈവത്തിന്റെ ഐക്യതയും ദൈവത്തിന്റെ സ്നേഹവും കൂടിക്കലർന്നപ്പോൾ परमेश्वर का एकता और परमेश्वर का प्रेम मिलके जाने के അവരുടെ समय വിശ്വാസത്തിന്റെ മീതെ और उन लोगों का विश्वास का ऊपर പരിശുദ്ധാത്മാവെന്ന ആധീനാളത്തിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് पवित्र आत्मा आग की समान वहाँ उतर के आए हैं, അന്നവർ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ और ഇടയായി. पवित्र आत्मा से भरे हैं। അന്നവർ പരിശുദ്ധാത്മാവിൽ അന്യഭാഷകളിൽ സംസാരിച്ചു. पवित्र आत्मा में बढ़ते हुए अन्य भाषा में बातें की है। ഞാൻ പറയുന്ന തെലുങ്ക് ഇവിടെ ഇരിക്കുന്ന ദാനിയേലിന് മനസ്സിലായി. मैं जो बातें तेलुगु में बातें करता है, इधर बैठने वाला दानियल साहब को भी समझ आता है। ദാനിയേലിന് പറയുന്ന തെലുങ്ക് മലയാളം എനിക്കും മനസ്സിലായി. दानियल साहब ने जो मलयालम में बातें की है, वहाँ बैठने वाले और मुझे भी समझ आ गया। ഇന്ന് ദൈവസ്നേഹമില്ലാതെ പറയുന്ന ഏതോ വാക്കുകൾ परमेश्वर का प्रेम के बिना बोलने वाला बातों को, അങ്ങനെയുള്ള ചിന്തകളിലേക്ക് കടന്നുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ऐसा वाला चिंता हम नहीं करना है, मैं वहाँ नहीं जाना चाहता हूँ। ഞാനൊരു പ്രത്യേക ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. मैंने एक अलग सेवकाई करने वाला एक व्यक्ति हूँ। ഞാൻ ആരുടെയും മുന്നിൽ അവരുടെ വരച്ചവരയിൽ നിന്നുകൊണ്ട് ദൈവജനം ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയല്ല. मैंने किसी का अधीन में रखने साथ जाते हुए सेवकाई करने वाला व्यक्ति नहीं हूँ। ഈ പുസ്തകം ദൈവവചനമാണ്. ये जो किताब हमारे सामने है, परमेश्वर का वचन है, ഇത് സത്യമാണ്. ये सच्चाई है, ഇത് പത്യവചനമാണ്. ये बहुत अच्छा वचन लिखा ഇത് है। നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ നമ്മുടെ രോഗങ്ങളെ മാറ്റിയെടുക്കും. ये वचन हमारे जीवन में आया तो आत्मा में आया तो हमारा चंगाई मिलता है। നമ്മുടെ ബലഹീനതകൾ മാറി നമ്മൾ ബലപ്പെടുവാൻ തുടങ്ങും. हमारा कमजोरियों को निकाल कर हमको सामर्थ्य देने वाला वचन നമ്മുടെ है। കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. हमारे परिवार का अवस्था को निकालने वाला परमेश्वर നമ്മുടെ है। തലമുറകൾക്ക് മാറ്റം വരും. हमारा पीढ़ियों को बदलावट लेके आने वाला वचन है। മദ്യപാനത്തിൽ നിന്നൊരു വിടുതലെടുപ്പാൻ ഇടയാക്കും. मद्यपान करने धूमपान करने वाले लोगों को, शराब पीने वाले लोगों को बचाता है। ഇതൊന്നും ആരെയും മുന്നോട്ട് ഇതിനാൽ ലഭിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് വിളിക്കേണ്ട കാര്യമില്ല. ये किसी को भी ये मिलेगा करके बोल के बुलाने की जरूरत नहीं है। അതുകൊണ്ട് തന്നെ ഈ ദൈവവചനം പത്യമായി ഉപദേശിക്കുവാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ये वचन को जैसा लिखा है वैसा वचन बांटने के लिए मैं बहुत पसंद करता हूँ। എവിടെയോ ആരെയും കണ്ടാൽ നമുക്ക് ദൈവവചനം ഫ്രീഡമായിട്ട് ഫ്രീ ആയിട്ട് അതിന്റെ സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കുവാൻ कहाँ पे भी किसी को देखा तो भी उनके सामने जाकर बहुत अच्छा से वचन बताने के लिए उससे होता है। നമ്മുടെ ഡിനോമിനേഷനിൽ നിൽക്കുവാണെങ്കിൽ അതൊന്നും സാധിക്കത്തില്ല. कभी कभी हमें एक संस्था एक डिनोमिनेशन का दिन में तो शायद नहीं होता है। അവർക്കൊരു ആധിപത്യമുണ്ട്. उन लोगों का एक अधिकारी बातें होता है, അവർക്കൊരു സിലബസ് ഉണ്ട്. वहाँ उन लोगों का एक सिलेबस होता है, അവർക്ക് റൂൾസ് ഉണ്ട്. वहाँ उन लोगों का कुछ नियम चलता ആ है। റൂൾസ് അല്ല എന്റെ കർത്താവിന്റെ वो റൂൾസ്. उन लोगों का नियम नहीं है, परमेश्वर का नियम। അവന്റെ അവിടെ ജാതിമത ഭേദങ്ങളൊന്നും वहाँ കാണിക്കുന്നില്ല. जाति और उनका धर्म के बारे में से सोचता नहीं है। അവൻ കറുത്തവരൊന്നും വെളുത്തവരൊന്നും ചിന്തിക്കാറില്ല. काला और गोरा वाला का समान नहीं है। അവന്റെ സന്നിധിയിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. उनकी सानिध्य में एक ही बात है। ദൈവശക്തി ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ पवित्र आत्मा परमेश्वर का शक्ति किसको पाने का जरूरत है? ദൈവത്തിന്റെ സ്നേഹത്തിന് വേണ്ടി ആരെല്ലാം ദാഹിക്കുന്നു परमेश्वर का प्रेम के लिए जितने लोग कोशिश करता है, അതിന്റെ ഹൃദയത്തിൽ പകരുവാൻ അവൻ മതിയായ ദൈവമാണ്. उनका हृदय में पाने के देने के लिए परमेश्वर से होता है। മത്തായിയുടെ സുവിശേഷം 32 सुसमाचार അപ്പൊ അതിന്റെ 15-ാം അധ്യായം उसका 11वें वचन अध्याय അതിന്റെ 29-ാമത്തെ വാക്യം 29 29 पढ़ी। 32 सुसमाचार 15-29। ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ ദുഃഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. 11-29। मेरा जीव अपने ऊपर उठा लो और मुझसे सीखो, क्योंकि मैं नम्र हूँ मन में तुम, और तुम अपने मन में विश्राम पाओगे, क्योंकि मेरा आत्मा सरल और मेरा दिल हल्का है। आमीन। ആമേൻ. ഹല്ലേലൂയ. हालेलुया। നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളാണ്. पिता परमेश्वर यीशु मसीह ने मुझे बताए हुए एक वचन है ये। ദൈവപുത്രനായിരിക്കുമ്പോൾ തന്നെ ദാസവേഷമെടുത്ത് താഴേക്ക് ഇറങ്ങി വന്നവനായ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. परमेश्वर का पुत्र होकर और एक दास सेवक के रूप में हमारे बीच में आए हुए परमेश्वर की यीशु मसीह का वचन है। ഒരു ദൈവമായിരിക്കുന്നവൻ എത്ര
അപ്പുറത്ത് ചെയ്യുന്നത്. मैं मेरे बारे में सोचता हूँ उनकी जगह पे मैं या तो लूसीफर का ऊपर गलत काम में करता था शायद, അധികാരപരമുള്ള പവർ എന്റെ കയ്യിലുണ്ട്. क्योंकि उसका अधिकार और ताकत मेरा साथ में था। അതിനുള്ള അധികാരവും എല്ലാം കൂടുതലായുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ऐसा वाला अधिकार के साथ मैं खड़ा हूँ, എന്ന് ഞാൻ ചിന്തിച്ചു പോയത്. फिर भी मैं ऐसा सोचने वाला था शायद। യേശുക്രിസ്തു പറയുന്നത് फिर भी यीशु मसीह ने बताया, സിമ്പിളായ കാര്യമാണ്. बहुत सरल रूप से बताया है, സൗമ്യതയുള്ളവനാണ്. मैंने नम्र मन और दीन वाला हूँ। സൗമ്യത എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അർത്ഥം താഴ്മയല്ലേ? नम्र करके लिखा है, उसका मतलब है बहुत खुद को താഴ്മയേക്കാൾ കുറച്ചുകൂടി നല്ലൊരു പദമുണ്ട്, എളിമയുള്ള ജീവിതം എന്നാണ്. नम्र करके लिखा है, किसी के बारे में बड़ा सोच के नहीं, सबके सामने में छोटा हो करके एक सोच। എളിമ എന്ന് പറയുന്നത് എന്താണ് ദൈവമക്കളെ? और छोटा महसूस करना, छोटा का अनुभव क्या है? എളിമ എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ അടുക്കലേക്ക് അല്പം താഴ്ന്നു കൊടുത്താൽ നമുക്ക് ഒന്നും സംഭവിക്കുവാനില്ല. किसी के सामने जाकर हम सिर झुका कर खड़ा हुआ तो कुछ भी नहीं होने वाला। അപ്പോൾ ദാനിയേൽ കടന്നു വന്നപ്പോൾ എന്നോട് പറഞ്ഞു മുന്നിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. मैंने इधर आने के समय ഡാനിയേൽ സാർ ने मुझे आगे बुलाया था। ആ ദേവദാസന്റെ സംബന്ധിച്ചുള്ള തന്നെയും തന്നെ പ്രായത്തെയും മാനിക്കുവാനായിട്ട് എനിക്ക് ദൈവം തന്ന ഒരു ഗൈഡൻസ് ഉണ്ട്. इधर आने का समय परमेश्वर ने मुझे एक अगुवाई दिया था। നമ്മൾ എവിടെ ഇരുന്നാലും ദൈവം നമ്മെ മാനിക്കുന്ന ഒരു സമയമുണ്ട്. हम कहां पे भी बैठने वाला होगा, परमेश्वर हमको आदर करने वाला एक दिन है। നമ്മൾ പരീശനെ പോലെ മുന്നിലായിരിക്കരുത് പോയിരിക്കും. हम परीक्षण के समय, परीक्षी लोगों के समय आगे जाने की कोशिश नहीं करना। നമ്മെ വിളിച്ചിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുന്നിൽ വന്ന് കടന്നു വന്നിരിക്കണം. हमको किसी ने बुलाया तो आगे आकर बैठना। ചില വ്യക്തികളെ ഞാൻ കാണാറുണ്ട്. कुछ लोगों को मैं देखता हूँ ഞങ്ങളുടെ തെലുങ്കാന ദേശത്ത് तेलंगाना में जगह में, അവിടെ ചില വ്യക്തികളെ കടന്നു വന്നാൽ ഏത് മീറ്റിംഗ് ആണെങ്കിലും और वहाँ मीटिंग में किसी को बुलाया तो कोई भी मीटिंग होगा, പ്രവൃത്തിയെല്ലാം കാണിക്കാൻ വേണ്ടി उनका जो स्वभाव दिखाने के लिए, वो बड़ा होकर के दिखाने के लिए കടന്നു വന്ന് ഏറ്റവും മുന്നിലെ സീറ്റിലെ കസേരകളിൽ ഇരിക്കും. आकर सबसे सामने वाला कुर्सी पे ही बैठता है। സാധാ ഡ്രസ്സുകൾ ധരിച്ച സാധാ മനുഷ്യരുണ്ട്. सादा छोटा छोटा कपड़ा और सामान सरल से कपड़ा पहनने वाले लोग भी हैं। അവർക്ക് വേണ്ടി പുറകിൽ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും പായ് വിരിച്ചു കാണും, അല്ലെങ്കിൽ ചെറിയ പൊട്ടിയും ചീറ്റിയുള്ള കസേരകൾ അവിടെ ക്രമീകരിച്ചു കാണും, അതിലേക്ക് പോയിരിക്കണം. और छोटा छोटा लोगों को पीछे कुर्सी का और टूटा हुआ जगह पर बैठाने के लिए बोलता है, ഇവരുടേതായിരിക്കുന്ന ഒരു ആധിപത്യം. क्योंकि लोग उनके बारे में बड़ा सोच कर आता है। എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ തകർത്താൻ താഴ്ത്തപ്പെടുന്നവൻ. परमेश्वर यीशु मसीह ने बोला, जो പറഞ്ഞു എല്ലാവരും തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ. ആമേൻ, ഹല്ലേലൂയ. हालेलुया। നമ്മുടെ ജീവിതത്തിൽ താഴ്മ എന്ന് പറയുന്നത് ഒരിക്കലും താഴ്ന്നു പോകുന്ന ഒരു അനുഭവമല്ല, ഉയർച്ചയുടെ പടവുകളാണ്. परमेश्वर यीशु मसीह बताया, अगर तू खुद को नीचे किया करने वाला व्यक्ति है तो वो पूरे जीवन में नीचे होने के लिए नहीं है, तो ऊंचा जाने का एक स्वभाव है। ആമേൻ, ദൈവത്തിന്റെ സ്തുതിച്ചാട്ടെ. हालेलुया। അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് എത്രയോ എളിമയുള്ളവനാണ്. ऐसे तो हमारा यीशु मसीह कितना नम्र व्यक्ति है। ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മുടെ കർത്താവ് നമ്മെ ഈ ലോകത്തിലേക്ക് മനുഷ്യരൂപം എടുത്ത് വന്നതിന്റെയും പാപികളായി നമ്മെ തേടിയാണ്. और इंसान बनकर दुनिया पे आया हमारे ये सब पापी को ढूंढते हुए। ഇവിടെ അനേക നീതിമാന്മാരും അനേക വിശുദ്ധന്മാരും बहुत ഉണ്ടായിരുന്നിരിക്കാം. पवित्र लोग, बहुत अलग अलग लोग इधर जीने वाला समय में, എന്നാൽ അവരെയൊന്നും നമ്മുടെ ദൈവത്തിന്റെ കണ്ണിൽ പെട്ടില്ല. उन लोगों का ऊपर परमेश्वर का नजर नहीं गया। നമ്മുടെ ദൈവത്തിന്റെ കണ്ണിൽപ്പെട്ട സാധാരണക്കാരനായ എന്നെയും നിന്നെയും ഒക്കെയാണ്. एक नम्र जीने वाला एक छोटा व्यक्ति में और आपके जैसे लोगों को परमेश्वर ने चुना। ഹല്ലേലൂയ. हालेलुया। സന്തോഷമുള്ളവരെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. इतने लोग खुशी परमेश्वर के धन्यवाद कीजिए। അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് രാത്രികാല അഭിമാനത്തോടെ പറയാം, इसलिए हम बहुत घमंड रूप से बता सकता है, ഈ ദൈവം എന്റെ ദൈവമാകുന്നു, ये परमेश्वर मेरा परमेश्वर ഈ है, ദൈവം എന്റെ രക്ഷാധികാരിയാകുന്നു, ये परमेश्वर मेरा देश का अधिपति है, ഇവൻ എന്റെ പിതാവും ये മാതാവുമാകുന്നു, मेरा माता और पिता है, ഇവന്റെ തങ്കച്ചോരയാൽ എന്നെ വീണ്ടെടുത്തുവെങ്കിൽ उनका पवित्र लहू से मुझे भी बुलाया है, ഇവൻ എന്റെ സർവ്വത്തിനും മധ്യായവനാണ്. ये मेरे जीवन में सभी बातों के लिए योग्य है। ഇനി നിന്റെ കുഞ്ഞുങ്ങളെ ആഫ്രിക്ക കൊണ്ടുപോകാനോ ഓസ്ട്രേലിയ കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും വ്യാജം പറഞ്ഞ് പാസ്പോർട്ടിന് പോകേണ്ട കാര്യമുണ്ടോ? अगर किसी को ऑस्ट्रेलिया ऐसा वाला जगह पे जाना है तो झूठ बोलते हुए पासपोर्ट के लिए नहीं जाने की जरूरत है। ദൈവത്തിന്റെ ഉദ്ദേശമുണ്ടെങ്കിൽ ദൈവം എല്ലാം സാധിച്ചു. अगर परमेश्वर का योजना है तो वो पूरा करके देगा। ഞാൻ എന്തായിരിക്കുന്ന ഒരു സാക്ഷ്യത്തിലേക്ക് വരികയാണ്. मैं मेरा एक छोटी सी गवाही बताता हूँ। ഈ മോന് വേണ്ടി ഒരു പാസ്പോർട്ട് വേണമായിരുന്നു. मेरे लिए एक पासपोर्ट का जरूरत था। അമേരിക്കയ്ക്ക് വിടാനോ ഓസ്ട്രേലിയക്ക് വിടാനോ ആഗ്രഹിച്ചിട്ടല്ല. ऑस्ट्रेलिया और अमेरिका में भेजने के लिए नहीं है। എല്ലാവർക്കും പാസ്പോർട്ട് ഇന്നത്തെ കാലത്തുണ്ട്. എനിക്ക് ഒരെണ്ണം വേണമെന്ന് മോൻ പറഞ്ഞു. सबको पासपोर्ट है हाथों में, मुझे भी चाहिए करके मेरे पापा से बोला था। അവനെ ഞാൻ തെലുങ്കാന ദേശത്ത് ചെന്നപ്പോൾ സ്കൂളിൽ ചേർന്നപ്പോൾ എനിക്ക്
ചില തെറ്റുകൾ പറ്റി. जब मुझको स्कूल में लेके ज्वाइन किया तो वहाँ कुछ गलत बातें हुआ था. അവന് ബർത്ത്ഡേ സർട്ടിഫിക്കറ്റ് എഴുതിപ്പിച്ചപ്പോൾ അതിനകത്ത് 2 വർഷത്തെ കുറവ് വന്നു. मैंने वो मेरा जन्म के बारे में लिखने का समय 2 साल का कमी आ गया था. അതങ്ങനെ വന്നതുകൊണ്ട് കടന്നുപോയി. പഴയ സർട്ടിഫിക്കറ്റുകളെല്ലാം കറക്റ്റ് ആണ്. बाकी जो सर्टिफिकेट में देखा तो उसमें अलग था. ഹൈസ്കൂളിലേക്ക് കടന്നു വന്ന സെക്ഷനിലേക്ക് ഇവന്റെ പ്രായത്തിന് മാറ്റം വന്നു. वहाँ आने के समय उम्र में थोड़ा बदलाव आ गया है. ഇവന്റെ ജനിച്ച സമയത്തോടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റും और हॉस्पिटल से मिले हुए ഈ सर्टिफिकेट സർട്ടിഫിക്കറ്റും കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് വ്യാജ സർട്ടിഫിക്കറ്റാണ് ഞാൻ കൊണ്ടിരുന്നത്. ऐसा दोनों परख कर देखा तो दोनों में अलग बातें लिखा है. എന്റെ സർട്ടിഫിക്കറ്റ് ശരിയാക്കണമെങ്കിൽ ഞാൻ 7 സ്കൂൾ കവർ ചെയ്യണം. ऐसा उनका सर्टिफिकेट सीधा करना है तो मैं 7 स्कूल में जाने की जरूरत है. അത് ഗോതമ്പുകൾ കോട്ടപ്പടി തുടങ്ങി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകണമെന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ല. इधर केरला के एक गांव है, वहां से लेकर कौन सा स्कूल में जाना है मुझे भी पता नहीं था. എനിക്ക് അനുഭവം എന്റെ മൂത്ത മോളുടെ സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ ഞങ്ങൾ 6 സ്കൂളിൽ കയറി ഇറങ്ങി. मेरा बड़ी बेटा मेरा दीदी का सर्टिफिकेट सीधा करने के लिए 6 स्कूल में जाना पड़ा. എനിക്കിവിടെ ഈ ദേശത്ത് സ്വന്തമായി ഭവനമോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ये जो केरल के देश में खुद का घर ऐसा वाला कुछ हमें नहीं है. ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ എല്ലാം വിട്ടിറങ്ങിയ വ്യക്തിയാണ്. जब परमेश्वर के लिए मैं निकल के गया तब मैंने सब छोड़ के गया था. എന്റെ ജ്യേഷ്ഠൻ നല്ല സ്ഥായിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. मेरा जो भाई है बहुत अच्छा एक स्थिति में जीने वाला എന്റെ व्यक्ति है. സഹോദരിമാരും ഒട്ടും കുറഞ്ഞവരല്ല, അതേ പദവിയിൽ ഇറങ്ങി നിൽക്കുന്നവരാണ്. मेरा बहन लोग भी बहुत अच्छा से एक समाधि में जीने वाला लोग है. ഞാൻ രക്ഷിക്കപ്പെട്ട സ്ഥാനത്ത് എന്റെ മൂത്ത സഹോദരിയും രണ്ടാമത്തെ സഹോദരിയും കൂടി എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഇന്നും എന്റെ ചെവിയിൽ പ്രതിധ്വനിക്കുന്നു. जब मैंने उधर में आया था पापा से उनका दीदी लोगों ने कुछ बातें बताई, अभी भी उनका कान में है. നീ പെന്തക്കോസ്തിലേക്ക് പോയ സമയത്ത് നീ അല്പം വിഷം മേടിച്ച് തിന്ന് നീ നിന്റെ കുടുംബവും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 3 ദിവസം ദുഃഖാചരണം നടത്തിയത് പിന്നെ അത് മറന്നുപോയില്ലേ? वो लोग ऐसे बताए उधर में पेंटिकोस्ट में जाने का अच्छा था, कुछ पॉइजन लेकर तुम लोग पीकर मरना था, 3 दिन हम रोएंगे फिर हम खुशी मनाते थे. എന്നാൽ ഞങ്ങൾ കണ്ടെത്തിയ ദൈവത്തിന്റെ മഹത്വം അതാണ്. अब हम जो परमेश्वर को पाया है उसका महिमा ऐसा है. ഞങ്ങളെ അപമാനിച്ചവരുടെ മുന്നിൽ ഞങ്ങളെ നിന്ദിച്ചവരുടെ മുന്നിൽ ഞങ്ങളെ ദൈവം മാനിപ്പാനിടയായി जो തീർന്നു. लोग हमको निंदा किया, हमको अपमान किया, उनके सामने हमको ऊंचा किया है परमेश्वर. ഇവിടെയിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ഒരു കാര്യം വിളിച്ചു इधर आए हुए लोगों परमेश्वर का लोगों को मैंने एक बात बताना चाहता നിങ്ങളുടെ हूँ. പ്രശ്നങ്ങൾക്കൊന്നും നിങ്ങൾ പരിഹാരമില്ലെന്ന് ചിന്തിക്കുക. अगर आप लोगों का समस्या को जवाब नहीं करके सोचने वाला है तो ഏത് സമസ്യ ഏത് പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. कोई भी प्रश्न होगा, समस्या होगा, आपको परमेश्वर के हाथों में देना. അവന് കഴിയുന്ന ദൈവമാണോ അല്ലയോ? उनके हाथों से सब कुछ पॉसिबल നമ്മുടെ है. ദൈവത്തിനെല്ലാം സാധ്യമാണോ അല്ലയോ? परमेश्वर के साथ सब कुछ साध्य है. നമ്മുടെ പാട്ട് പാടുമെങ്കിൽ പാടുവാനിടയായി हम गीत തീരുന്നു. गाने के समय से गाता है, എല്ലാം സാധ്യം सब बातें साध्य है. അല്ലേ? അങ്ങനെയല്ലേ പാടുന്നത്? Hallelujah. എല്ലാം സാധ്യമെന്ന് പാടുന്നുവെങ്കിൽ എല്ലാ കഴിവുള്ള ഒരു ദൈവമാണ്. परमेश्वर से सब कुछ साध्य है. അവൻ ജനിച്ചത് കാലത്തെഴുത്തില്ല. അവൻ ജനിച്ചത് കാലത്തെഴുത്തില്ല. उनका जन्म एक छोटी सी घर पे हुआ था, കന്നുകാലികളുടെ ഇടയിലാണ് और ജനിച്ചത്. गायों के बीच में हुआ था. എങ്കിലും അവന് ഇരിക്കുന്ന സ്ഥാനം എവിടെയാണ്? फिर भी वो कहाँ बैठा है सोचना है. ചിന്തിക്കാൻ പോലും കഴിയാത്തത്തോളം അത്ര ഉയരത്തിലിരിക്കുന്നവരെ എന്റെ ദൈവം. सबसे ऊंचा जगह पर बैठने वाला परमेश्वर है हमारा परमेश्वर. അവന്റെ നാമത്തെ എല്ലാത്തിനും ഇത് ഉയരത്തിലാക്കി വെച്ച എന്റെ ഒരു പിതാവുണ്ട്. ओ पिता ने उनके नाम को सबके ऊपर बड़ा किया है. പിതാവിന്റെ ഹിതമാണ് എന്നിലും നിന്നിലും പ്രാവർത്തികമായത്. और परमेश्वर का योजना मुझ में और आप में पूरा होने की जरूरत ഞാൻ है. പറഞ്ഞ സാക്ഷ്യത്തിലേക്ക് മടങ്ങി വരികയാണ്. वो गवाही में मैं वापस आना चाहता हूँ. ഞാനൊരു അല്പസമയം കൂടുതൽ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. थोड़ी समय मैंने ज्यादा लिया तो कोई प्रॉब्लम नहीं है. അച്ഛൻ ഇല്ലെങ്കിൽ എനിക്ക് ചുരുക്കി പറയുവാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ട്. छोटी करके बताने के लिए थोड़ा मुश्किल है. അങ്ങനെ ഞാൻ മോന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പാസ്പോർട്ടിന് വേണ്ടി उनका पासपोर्ट के लिए मेरा सब पासपोर्ट के लिए लोग पापा मम्मी बहुत प्रार्थना किए थे. കേരളത്തിൽ കടന്നു വന്ന് സർട്ടിഫിക്കറ്റ് ശരിയാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായ ചെലവുകളുണ്ട്. केरल में आकर सब कुछ ठीक करके सोचा तो बहुत बड़ा बात है, खर्चा है. കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഹോട്ടലുകളിൽ ലോഡ്ജികളിൽ താമസിക്കണം. इधर आया तो कोई घर नहीं है, हमको ये होटल में रहने की जरूरत है. അതിന് വലിയൊരു ചെലവുണ്ട്. उसके लिए बहुत खर्चा करना पड़ेगा. സ്കൂളുകളിൽ ചെലവുണ്ട്. स्कूल में जाने के लिए खर्चा है. എന്നാൽ ഇതൊന്നും അല്ലാതെ ദൈവസന്നിധി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് हम प्रार्थना के साथ बैठा था. ഈ ഉള്ള സർട്ടിഫിക്കറ്റുമായിട്ട് നമുക്ക് പോകാമെന്നൊരു തീരുമാനമുണ്ട്. जो सर्टिफिकेट है वो लेकर हम निकल पड़ा. മോനും ഞാനും കൂടി പാസ്പോർട്ട് ഓഫീസിൽ हम दोनों मिलकर पासपोर्ट ऑफिस में गए थे. അവിടെ കടന്നു ചെന്ന് ഞങ്ങൾ അതിന്റെ
സ്ലോട്ട് ബുക്ക് ചെയ്തു. वहाँ जाकर हमने स्लॉट बुक किए हैं സ്ലോട്ട് ബുക്ക് ചെയ്ത് അതിന്റെ ആ സമയത്തോടെ ചെന്നപ്പോൾ और स्लॉट बुक करके हम पासपोर्ट ऑफिस में गए हैं। മുന്നിൽ നിന്ന് ഒരു വ്യക്തി ഞങ്ങളെ വിളിച്ചടുത്തേക്ക് കൊണ്ടുപോയി. वहाँ जो आगे सामने एक ऑफिसर था हमें आगे बुलाया। ഞാൻ പോയില്ല, മോനാണ് പോയത്. मैंने अंदर गया था। ഞാൻ വെളിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ, ഞാൻ പോയി മോൻ പോകുന്ന കാര്യം സാധിച്ചു കിട്ടണേ. पापा ने बाहर बैठ कर प्रार्थना कर रहा था, जो काम के लिए गया है वो परमेश्वर पूरा करके देना। മോൻ കടന്നു ചെന്ന സ്ഥാനത്ത് ഒന്നാമത്തെ കൗണ്ടർ കഴിഞ്ഞാൽ രണ്ടാമത്തെ കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് കവറായി പോകും. पहला दो काउंटर से सब कुछ ठीक है तो बाकी काउंटर से लोग आगे जाना देता है। ഒന്നാമത്തെ വ്യക്തിയുടെ അടുക്കൽ ചെന്നപ്പോൾ पहला व्यक्ति के पास मैंने ऑफिसर के पास में गया। സർട്ടിഫിക്കറ്റുകൾ മേടിച്ച് അദ്ദേഹം നോക്കുന്ന पहला സമയത്ത് सर्टिफिकेट लेकर देखने का समय അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരികയാണ്. उनको बहुत एक फोन कॉल जल्दी से आया പെട്ടെന്ന് അപ്പുറത്തെ അതിന്റെ മെയിൻ ഓഫീസർ വിളിക്കുക, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു വിളിക്കുക. और सामने वाला ऑफिसर ने उनको फोन किया। അദ്ദേഹം ഒന്നും നോക്കിയില്ല. उन्होंने कुछ नहीं देखा। അദ്ദേഹം പെണ്ണെടുത്തതിനകത്ത് സിഗ്നേച്ചർ വെച്ച് അടുത്ത കൗണ്ടറിലേക്ക് കയറ്റിവിട്ടു. उन्होंने जल्दी सिग्नेचर करके नेक्स्ट काउंटर में भेज दिया। ദൈവത്തിന്റെ എല്ലാം സാധ്യമാണോ? हालेलुया ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ. हालेलुया। ഇല്ലെങ്കിൽ ഞാൻ ഒത്തിരി നുണ പറയേണ്ടി വന്നേനെ. नहीं तो मैं बहुत झूठ बोलने की जरूरत आती ഞങ്ങൾ है। വളഞ്ഞ വഴികളും ചിലപ്പോൾ हम गलत रास्ते से जाने की भी जरूरत आती है വളഞ്ഞ വഴിയൊന്നും സ്വീകരിക്കാതെ और गलत रास्ते से नहीं जगह ദൈവം നേരായ വഴിയിലൂടെ മോന് പാസ്പോർട്ട് കൊടുക്കുവാൻ सीधा रास्ता में हमको विजय प्रभु ने एक पासपोर्ट दिया है। നുണ പറഞ്ഞ് നിങ്ങളെ ഏതോ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ये കാര്യമല്ല. झूठ बोलकर आप लोगों को खुशी करने के लिए नहीं बोला। രണ്ടാമത്തെ കൗണ്ടറിൽ ചെന്നു. दूसरी काउंटर में गया। രണ്ടാമത്തെ കൗണ്ടറിൽ ചെന്നപ്പോൾ ആദ്യത്തെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ വിഷയമില്ല. दूसरे काउंटर में जाने के समय पहले काउंटर में सिग्नेचर है तो वो लोग आने जाने दिया। കൗണ്ടറിൽ സിഗ്നേച്ചർ വെച്ചു. दूसरी काउंटर में भी सिग्नेचर किया। അതും കഴിഞ്ഞ് നാളെ കഴിഞ്ഞു അവൻ വെളിയിൽ വന്നു. सब काउंटर में जाकर मैंने बाहर आया। ഒരു വെരിഫിക്കേഷൻ ഉണ്ട്. उसके बाद एक वेरिफिकेशन का जरूरत था। വെരിഫിക്കേഷന് പോലീസുകാരൻ വീട്ടിലേക്ക് വന്നില്ല, ഫോൺ ചെയ്ത് പറഞ്ഞു മോന്റെ കാര്യങ്ങൾക്കുള്ള പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ നടക്കുകയാണ്, എങ്കിലും വീട്ടിലേക്ക് ചെയ്യാൻ പറ്റില്ല, വേണ്ട ചെയ്താൽ മതി എന്ന് പറഞ്ഞു. वो पुलिस भी फोन करके जल्दी से सब कुछ करके दिया हमारे ഞാൻ लिए। ഉടനെ അപ്പത്തിന്റെ ഫോണിൽ കൂടെ സംസാരിച്ചു, സാറേ ഞങ്ങളെ ഒന്നും ചെയ്യുവാൻ ഞങ്ങളില്ല, സാറിന്റെ ഇഷ്ടം പോലെ ഇത് കൈകാര്യം ചെയ്യാം. और सार से सारा पापा ने बोला था हमको कुछ देने के लिए नहीं है, आपको जो मर्जी है आप कर सकता है। ഞങ്ങൾ ഒരു രൂപ പോലും आ വ്യക്തി ആ പോലീസുകാരന് കൊടുത്തില്ല. एक रुपए भी देने की जरूरत नहीं आया പോലീസുകാരൻ ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ പോലും വന്നില്ല. और पुलिस हमारा घर के सामने तक नहीं आए हैं। ഞങ്ങളുടെ ആവശ്യമുള്ള വാടക വീട് മനുഷ്യൻ അറിഞ്ഞുകൂടാ. वो पुलिस को भी पता नहीं था हमें किराए का घर पे रहता है। 7 ദിവസത്തിനുള്ളിൽ മോന് പാസ്പോർട്ട് ലഭിച്ചു. 7 दिन का अंदर सब काम में पासपोर्ट हुआ है। ഹല്ലേലൂയ. हालेलुया। ഇത് നുണയായ ഒരു കാര്യമല്ല. ये झूठा कहानी नहीं है मेरा प्रियो। നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്ത് നോക്കാം. मेरा पासपोर्ट आप लोग चेक कर सकता है। ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നേരെ ഇപ്പൊ നമ്മൾ പാട്ടുപാടിയപ്പോൾ ഒരു പാട്ടുപാടിയില്ലെങ്കിൽ നേരായി നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവില്ല. जो लोग सही रास्ता पे चलता है उनके जीवन में कोई भलाई का कमी नहीं है। നമ്മുടെ കർത്താവ് സൗമ്യതയുള്ളവനായി തീർന്നു. ऐसे एकदम सोचना है हमारे यीशु मसीह ने नंबर बना था। അവൻ ഒന്നുമല്ലാത്ത ഒരു കൃമിയായി എന്റെ മുന്നിൽ എടുക്കപ്പെട്ടു വെക്കും. वो मेरे जैसा कीड़ा के सामने जाकर नंबर बना। ഞാനും നീയും നമ്മുടെ കർത്താവിന്റെ മുന്നിൽ എന്താ? मैं और आप परमेश्वर के सामने क्या है? ഒരു പുഴുവിന്റെ തുല്യമല്ല. एक कीड़ा के समान है, हम सोच के ഈ देखना। പുഴുവിന് ശ്രമിക്ക് തുല്യമായ ഞാനും നീയും എന്താ അഹങ്കരിക്കുവാനുള്ളത്? ये कीड़ा के समान है, हम क्या हम घमंड करने के लिए है? എന്നിട്ട് കർത്താവ് ഞാൻ സൗമ്യത മാത്രമുള്ളവനല്ല, मैं सिर्फ नम्र नहीं हूँ, താഴ്മയുള്ളവനാ. वहाँ लिखा है मैं एक दीन हूँ। എനിക്കറിയാവുന്ന ഒരു അമ്മച്ചിയെ കുറിച്ച് ഞാൻ പറയുകയാണ്. एक अम्मची के बारे में, एक दादी माँ के बारे में बताता हूँ। അമ്മച്ചിയുടെ ചിന്തയിൽ താഴ്മ എന്ന് പറയുന്നത് വളഞ്ഞു നടക്കലാണ്. और एक दादी माँ था, उनके जीवन में दीन होने का मतलब है थोड़ा नीचे करके चलना। അമ്മച്ചി എല്ലാവരും നടക്കുമ്പോൾ അമ്മച്ചിനെ ജടിഞ്ഞ് നടക്കുന്നത് കാണാം. और जब जाने का समय पूरा सिर ऊंचा करते चलता है। ദൈവങ്ങളോട് സംസാരിക്കുമ്പോൾ ദേവദാസക്കാരെ കാണുമ്പോൾ ആ അമ്മച്ചി ഇങ്ങനെ നിൽക്കും. कुछ प्रभु के दास लोगों को देखा तो पूरा नीचे വളഞ്ഞു करके നിൽക്കുന്ന करता है। പ്രൈസലോട് പറയുന്നത്. और जो ऐसा होकर प्रेस लॉर्ड बोलता है। നടുവ് വളഞ്ഞത് കൊണ്ട് ഒരിക്കലും താഴ്മയാവുന്നില്ല. हमारा हड्डी को थोड़ा बदलाव आया तो थोड़ा मुड़ाया तो नंबर दीन बातें नहीं है। നമ്മിലുള്ള ഞാൻ എന്ന ഭാവത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് നമ്മുടെ താഴ്മ. मैं होकर के सोच को छोड़ा तो उसको बोलते हैं दीन बनना। ഇന്ന് വാൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും? ये रात का समय में कितने लोग बोल सकता है? ഈ താഴ്മയും സൗമ്യതയും എന്നിലേക്ക് വേണം കർത്താവേ. ये नम्रता और दीन स्वभाव परमेश्वर मुझ में देना। എന്നിട്ട് പറയുകയാണ്, वहाँ और लिखा है എന്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ.
मेरा जुआ अपने ऊपर उठा लो और मुझसे सीखो। മുഖത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? और जुआ के बारे में आप लोगों को पता है? പ്രായമായ അച്ചായന്മാരുണ്ട്. जो उम्र हुए वाला पिता लोग भी इधर बैठा है। മുഖം എന്താണെന്നറിയാമോ അച്ചായ? जुआ क्या है आपको पता है? മുഖം എന്ന് പറയുന്നത് കാളയുടെ കഴുത്തിൽ വെച്ച് കിട്ടുന്ന ഒരു സാധനം. वो बैल का उसका गर्दन पर बांधने वाला एक बातें है। ഈ കാളയുടെ രണ്ട് കാളയുടെ നടുക്ക് ഈ മുഖമില്ല എങ്കിൽ ये दो बैल का बीच गर्दन का ऊपर वो जुआ नहीं है तो യജമാനന്റെ ഇഷ്ടത്തിന് വിരോധമായി ഈ കാളകൾ അവന്റെ ഇഷ്ടത്തിന് പോകാൻ वो बैल उतना उनका मालिक का मर्जी के अनुसार नहीं, खुद की मर्जी के अनुसार चले जाता है। ഞങ്ങളുടെ തെലുങ്കാന ദേശത്ത് കാള വണ്ടിയാണ് കാള ഏറ്റവും കൂടുതൽ ഉഴുന്നത്. हम जो जगह पर जैसे करते हैं वहाँ हम बैल का गाड़ी को बहुत देखा है। അതുകൊണ്ട് കാളയെ കുറിച്ച് ഇതിന്റെ മുഖത്തെ കുറിച്ചെല്ലാം എനിക്ക് കൂടുതലായി അറിയാൻ बहुत अच्छे से पता है जुआ का कहानी है। ഈ മുഖം വെച്ച് കെട്ടിയിട്ട് കാളകൾ വെളിയിലേക്ക് ये കൊണ്ടുപോകും. जुआ बांधने के बाद बैल को बाहर लेके जाता है। മാത്രമല്ല ഈ കാളകളെ ഒഴുകാൻ കൊണ്ടുപോകുമ്പോൾ അതിന് മുഖത്ത് ഒരു മുഖത്തെ പോലെ ഒരു വല വെച്ച് കെട്ടുവാൻ उनका मुंह पे भी एक डाली को रखकर बांध कर उनको बाहर लेके जाता है। യജമാനന്റെ ഇഷ്ടത്തിന് നിൽക്കുന്ന കാളയായിട്ട് അവൻ വെളിയിലേക്ക് वो मालिक का योजना के अनुसार चलने वाला एक बैल बन के जाता है। അങ്ങനെയെങ്കിൽ ഈ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കുന്ന കർത്താവ് പറഞ്ഞു. इसलिए परमेश्वर लिखा वो जुआ आप लोग लेकर मुझसे सीखना। കർത്താവിന്റെ ശിഷ്യത്വത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ परमेश्वर का चेलेपन में हम बने रहना है। അവന്റെ ആ കഷ്ടതയുടെ മുഖം നമ്മുടെ കഴുത്തിൽ വെച്ച് കെട്ടുമ്പോൾ वो सहने का जुआ, कष्ट का जुआ हम हमारे गर्दन पे बांधने के അത് समय നിന്നെ ഇല്ലായ്മയാക്കുവാനുള്ളതല്ല. वो तेरा पूरा जीवन को खालीपन करने के लिए नहीं അത് है। നിന്നെ ചില പരീക്ഷയിലൂടെ കടത്തിവിട്ടുണ്ട്. वो जो परीक्षाओं के बीच में से लेके जाता है। തികഞ്ഞവനാക്കി മാറ്റേണ്ടതാണ് അവന്റെ പദ്ധതി. कुछ अच्छा भाई अच्छा बंदा आप करके तुझे बनाने के लिए वो जुआ है। അതുകൊണ്ടാണ് യേശുവിന്റെ സഹോദരൻ യാക്കോബ് പറഞ്ഞു, इसलिए यीशु मसीह का भाई याकूब ने बोला പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ परीक्षा जो लोग सहन करता है वो ഭാഗ്യവാനാ ദുഃഖവാനാ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. जो लोग परीक्षा का बीच में से गुजर के जाता है बहुत अच्छा एक सौभाग्य व्यक्ति है। പരീക്ഷ ഇല്ല എങ്കിൽ 10 വരെ എക്സാം ഇല്ലെന്ന് ഒന്ന് കണക്കൂട്ടി നോക്കി. आप सोच के देखना अगर एग्जाम भी नहीं है तो ഈ കുഞ്ഞുങ്ങളൊക്കെ എന്ത് സന്തോഷത്തിലായിരിക്കും. ये बच्चे लोग कितना खुशी होते थे। അവരെ ബസ് കൊടുത്തിട്ട് സ്കൂളിലേക്ക് പോവുക. सुबह पुस्तक लेकर किताब लेकर घर पे कॉलेज में जाना। 9 വർഷം വെറുതെ നടന്നാലും വേണ്ടിയില്ല. 9 साल ऐसे ही जी सकता है പരീക്ഷയില്ലല്ലോ. 10ാമത്തെ വർഷം SSLCയുടെ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടും. क्योंकि परीक्षा नहीं है, एग्जाम नहीं है, हम कुछ भी कर सकता है। പരീക്ഷ വെക്കുന്നത് എന്തിനാ? परीक्षा क्यों रखता है? കുഞ്ഞുങ്ങളെ അയക്കുന്ന നോളജ് അവരുടെ അറിവിനെ വളർത്തുവാൻ വേണ്ടിയാ. उनका बुद्धि को और बढ़ाने के लिए और परख के देखने के लिए അവർ है। അതിലൂടെ വളർന്നവർ തികഞ്ഞവരായി തീരാൻ और വേണ്ടിയാ. वहां से उन लोगों को बड़ा कर और आगे ऊंचा उठाने के लिए है। അങ്ങനെയൊക്കെ നമ്മുടെ കർത്താവ് പറഞ്ഞു, ऐसा तो हमारा परमेश्वर ने बताया എന്റെ മുഖമേറ്റുകൊണ്ട് നിങ്ങൾ എന്നോട് പഠിപ്പിൻ. मेरा जुआ अपने ऊपर उठा लो और मुझसे सीखो। ഈ ലോകത്തെ നോക്കി പഠിക്കരുത്. इस दुनिया को देखकर सीखना नहीं, മതങ്ങളെ നോക്കി कोई പഠിക്കരുത്. धर्म को देख के सीखने के लिए नहीं, എന്നെ നോക്കി പഠിക്കരുത്. हमको देख के सीखना नहीं। ഈ ലോകത്തിന്റെ മോഹങ്ങളെ നോക്കി ये പഠിക്കരുത്. दुनिया का प्यार का बातों को देखकर सीखना नहीं। നമ്മെ നയിക്കുന്നവനായ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവമുണ്ട്. हमें बुलाने वाला, हमें छुड़ाने वाला एक परमेश्वर है। ആ ദൈവത്തെ നോക്കിയാണ് वो പഠിക്കേണ്ടത്. परमेश्वर को देखकर आप लोग सीखना है। എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ऐसा है तो ആശ്വാസം കണ്ടെത്തും. और ऐसा है तो आप लोगों का आत्मा को शांति मिलेगा। ഈ ലോകത്ത് മനുഷ്യർക്കില്ലാത്ത ഒരു കാര്യമാണ് इस ആശ്വാസം. दुनिया में बहुत लोग एक बात है नहीं है, एक शांति है। ലോകത്ത് മനുഷ്യർക്കില്ലാത്ത ഒരു കാര്യമാണ് इस സന്തോഷം. दुनिया पे इंसान में एक बात है नहीं है आनंद। ഈ ലോകത്തില്ലാത്ത ഒരു കാര്യമാണ് സമാധാനം. इस दुनिया में शांति बिल्कुल नहीं है। പെന്തക്കോസ്തുകാരും വിശ്വാസികളല്ലാത്തവരും ആയവരും എല്ലാം पेंटिकोस्ट लोग होगा और विश्वासी लोग कितना होगा सबका जीवन में കുഞ്ഞിനെ കുറിച്ച് ഭയമാ. उन लोग बच्चे लोग सोच कर डरता है। കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചിയുടെ ഒരു ഫോട്ടോ ഞാൻ കാണുവാൻ വേണ്ടിയായിരുന്നു. कुछ दिनों से पहले एक दादी माँ का फोटो मैंने देखा था। ന്യൂസിൽ ഒരു പടം വന്നതാ. गुड न्यूज पेपर में पत्री में एक फोटो आया था। ഒരു വീട്ടിൽ ഒരു മകൻ ഒരു ഫോട്ടോ വെക്കാൻ വേണ്ടി ഭിത്തിയിൽ ആണി അടിക്കണം. एक दीवार पर एक फोटो रखने के लिए कील को लेके आया ആണിയിലെ ചുറ്റിക ആവശ്യമാണ്. और एक हैमर की जरूरत था। അവന്റെ ഓടി മാർക്കറ്റിലേക്ക് പോയി അവന് ചുറ്റിയെ മേടിച്ചിട്ട് വരിക. उन्होंने जाकर एक हैमर लेके हथौड़ी लेकर वापस आया। അവൻ ഈ ഓടി വരുന്നത് കണ്ടപ്പോൾ മാതാപിതാക്കൾക്ക് ഭയമായി. वो हथौड़ी लेकर आने के समय माता पिता डर गया। അവരോട് കട്ടിലടിയിൽ കയറി. वो लोग घर के अंदर जाकर छुप गया। അയ്യോ എന്റെ മകനെ ഞങ്ങളെ കൊല്ലണേ എന്ന് പറഞ്ഞു. वो मेरा बेटा मुझे मारना नहीं करके चिल्लाया। ആ കുഞ്ഞിനൊന്നും അറിയുന്നില്ല സത്യത്തിൽ. वो बच्चा को कुछ पता ही नहीं चला। ആ കുഞ്ഞ് പറഞ്ഞു, അപ്പാ അമ്മ നിങ്ങളെന്തെയും പറയുന്നത്? माता पिता को बच्चे लड़का ने पूछा आप लोग क्या बोलते हो? ഈ ഫോട്ടോ എന്ന് ഭിത്തിയിൽ വെക്കാൻ വേണ്ടി ഒരു ആണി അടിക്കാൻ വേണ്ടി मैं कील
रहा है। ലോകം സമാധാനം തരുമെന്ന് പറയുമ്പോൾ ഈ ലോകം സമാധാനം ഇല്ലായ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. शांति देगा करके बोलने का समय अशांति में जाने वाला एक समय है। ഇന്ന് രാത്രികാലം ദൈവമക്കളെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം इस പറയാം. रात का समय में मैं आपसे एक बात बताना चाहता हूँ। ദൈവത്തിന്റെ സ്വഭാവം നമ്മളിലേക്ക് ये പകരപ്പെടണം. परमेश्वर का स्वभाव हमारा जीवन में आना है। നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ अब परमेश्वर के सामने विश्वास योग्य बन के जीना है। അവൻ പഠിപ്പിക്കുന്നത് നമ്മൾ ഏറ്റെടുത്താൽ उन्होंने जो बातें सिखाता है हम पाया तो നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു ഫലിതം ഉണ്ടായിത്തീരും. हमारा कामों को एक अच्छा पूरा करके देगा। കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുവാൻ हमारे बच्चों को परमेश्वर आशीर्वाद करेगा। ഞങ്ങളെ നിൽക്കുന്ന പോലെ ഒരു അനുഭവം നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകും. हमारे जैसे एक अनुभव आपका जीवन में भी होगा। ഈ അനുഭവം നിൽക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകട്ടെ. मैं और मेरा पापा जी से खड़ा हूँ, ऐसा आप लोगों के जीवन में भी होगा। പിതാവിനും മകനും ലഭിക്കാത്ത ഒരു ഭാഗ്യം ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ एक पिता और पुत्र को मिलने वाला सबसे सौभाग्य मेरे जीवन में मिला, आपका जीवन में भी मिलेगा। വിശ്വസിക്കുന്നുണ്ട്. कितने लोग विश्वास करता है? ആമേൻ. ഹല്ലേലൂയ. സൂചന. हालेलुया। രാവിലെ നമ്മൾ ചിന്തിച്ചൊരു വിഷയമുണ്ട്. आज का सुबह के समय में हमने बातों को ऊपर चिंता किए थे। ദൈവത്തിന്റെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കണം. परमेश्वर का बुलाहट और चुनाव आप लोग पक्का करना है। നമ്മെ വിളിച്ചത് വെറുതെയല്ല. हमको बुलाया, ऐसा ही नहीं बुलाया, തിരഞ്ഞെടുത്തത് വെറുതെയല്ല. हमको ऐसा ही नहीं चुना। അവന്റെ കാര്യങ്ങളെ ചെയ്യുവാൻ उनका कामों को करने के लिए बुलाया और चुना। അവനെ ഘോഷിപ്പാൻ उनका फल को हम पाने के लिए बुलाया। പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, प्रेरित पौलुस ने हमें बताया, അവന്റെ കാലടികളെ പിന്തുടരുവാൻ प्रेरित पौलुस ने बताया उनका कदम को हम पीछे करना है। മാതൃക വെച്ചിട്ട് പോയിരിക്കും. उन्होंने हमको एक उदाहरण रख के चले गया। കാൽവരിയിലേക്ക് കുരിശിൽ വന്നുകൊണ്ട് പോകുമ്പോൾ वो कलवरी क्रूस तक क्रूस को उठा के लेके चले गया। അവന്റെ മുഖത്തൊരു നിരാശയില്ല. उनका चेहरे में कोई चिंता और निराश नहीं था। ഞാനത് ചിന്തിച്ചു നോക്കാറുണ്ട്. मैं सोच के देखता हूँ, കരമുള്ള കുരിശിൽ വന്ന് നിലത്ത് वो വീഴുകയാണ്. बहुत बोझ का वो क्रूस लेकर गिर गया था यीशु मसीह में। ശേഷം തന്നെ കൈകളിലും കാലുകളിലും ആണികളെ അടിച്ച് വെക്കും. वकील से उनको बांधा था। കാണുന്നവരെല്ലാം തന്നെ ദുഷിക്കുകയാണ്. लोग उनको बहुत निंदा किए थे। എന്നാൽ എന്റെ കർത്താവ് ഒരിക്കൽ പോലും അവരോട് കോപിച്ചില്ല എന്നുള്ളത്. मेरा परमेश्वर वही उनको देखकर गुस्सा नहीं किया। അവനർക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ काटने वाले एक मेमने के समान അവന്റെ വായെ അവൻ തുറക്കാതിരുന്നു. उनका मुंह और नहीं खोला। അവന്റെ മുഖത്തെ രോമങ്ങൾ പിഴുതു പറിച്ചു. उनका बाल को भी वो लोग खींच के ले लिया। അവന്റെ മുതുകത്തെ ചാട്ടവാർ കൊണ്ട് അടിച്ചു. उनको लोग बहुत मारे थे। മാംസങ്ങൾ അടർന്നു വീണു. उनका शरीर से मांस तो अलग हो गया। യേശുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ और यीशु मसीह की जगह पे मैं है तो ഞാനിപ്പോഴും ചിന്തിച്ചു പോവുകയാണ്. मैं अभी भी सोचता हूँ, നമ്മുടെ ശരീരം വേദനിക്കുമ്പോൾ പിന്നെ നമ്മൾ ഒന്നും ഓർക്കത്തില്ല. हमारे शरीर में दर्द है तो हम और कुछ नहीं सोचता है। ശരീരം വേദനിക്കുമ്പോൾ ഞാൻ ദാനിയേലിനെ ചേർന്ന് എന്നൊക്കെ എന്നെ ബന്ധുവെച്ചെന്ന് ഓർക്കത്തില്ല. जब मेरा शरीर को दर्द होता है, दानियल साहब मेरा साथ करके मैं नहीं सोचता हूँ। ശരീരത്തെ തൊട്ടിയെടുക്കുവാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല. शरीर का दर्द देने के लिए किसी से मैं अनुवाद नहीं करता हूँ। അത് ഞാനൊരു തമാശയായിട്ട് പറഞ്ഞതാണ്. मैंने एक उदाहरण के रूप में बताया। നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പോലും हमारे महात्मा गांधी को भी ഞാൻ പറഞ്ഞു ഒരു ചെവിടത്തിട്ട് അടിച്ചാൽ എന്ത് ചെയ്യണം? उन्होंने बताया इधर किसी ने मारा तो ये भी दिखा, മറ്റേ ചെവിട് കൂടി കാണിച്ചു കൊടുക്കണം. दूसरी साइड चेहरा भी दिखाना। അതാണ് നമ്മുടെ ക്ഷമ എന്ന് പറയുന്നത്. वो होना है हमारा क्षमा, അതാണ് നമ്മുടെ സഹജം എന്ന് वो പറയുന്നത്. हमारा सहनशीलता है। ദൈവത്തിന്റെ ജനമേ ഇന്ന് രാത്രി കാലം आज का रात प्रभु का लोगो, എന്റെ കർത്താവിന്റെ പേരുള്ള ബന്ധത്തിലോ ചെറിയ ഒരു 10 മിനിറ്റ് കൂടി നിങ്ങളോട് ഞാൻ മോഷിച്ചെടുക്കുകയാണ്. और 10 मिनट में और चुराना चाहता हूँ आपका। ആ വാക്കുകളെ ഉപയോഗിക്കുന്നതിന് തെറ്റെന്ന് വിചാരിക്കല്ലേ. ഞാൻ സമയം എനിക്ക് തന്നതിൽ കൂടുതലായി. और चुराना करके मैंने बोला, आप गलत मत सोचना, समय थोड़ा ज्यादा हो गया इसलिए मैंने ऐसे बोला। എന്നെ കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ जब प्रभु ने मुझे बुलाया, ദൈവത്തിന്റെ വേലയ്ക്കായി അയച്ചപ്പോൾ प्रभु मुझे सेवकाई के लिए भेजा, ദൈവത്തിന്റെ വചനം പഠിക്കാൻ പോയപ്പോൾ प्रभु का वचन सीखने के लिए गया, ദൈവം എന്നോട് ചോദിച്ചൊരു കാര്യം, परमेश्वर मुझे एक बात पूछा था, നീ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? तू मुझसे क्या मांगना ये सोचता है? ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു मैंने കാര്യം, परमेश्वर से बोला, ദൈവമേ എന്നെ ഇപ്പോൾ നീ വിളിച്ചു വേർതിരിച്ചതിൽ എനിക്ക് ദുഃഖമൊന്നുമില്ല. वो परमेश्वर मुझे आपने बुलाकर अलग किया, मैं दुख तो नहीं हूँ, എന്റെ പ്രായം ഇച്ചിരി ആയല്ലോ. मेरा उम्र तो ज्यादा हो गया, അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവം എന്നെ ഇറങ്ങിയാൽ എനിക്ക് എന്ത് സമ്പാദിക്കാൻ अभी പറ്റും? मैंने बुलाहट मानकर प्रभु का सेवकाई में गया तो मैं क्या संपादन करूंगा? എന്റെ ചിന്തയിൽ എല്ലാവരും സമ്പാദിക്കുന്നവരാണ്, എനിക്ക് സമ്പാദിക്കണമെന്നായിരുന്നു. मेरे सामने जो जितने लोग था सब कुछ कमाने वाला लोग था। എന്നാൽ കർത്താവിന്റെ ആ വചനം പഠിച്ചു കഴിഞ്ഞ് ഗ്രാജുവേഷന്റെ സമയത്ത് जब प्रभु का वचन पढ़कर मेरा ग्रेजुएशन हो गया, മരിച്ചുപോയ എന്റെ ഒരു അധ്യാപകനായിരുന്ന കേസി മാത്യു അപ്പച്ചൻ केशव मैथ्यू करके एक पिता ने അദ്ദേഹം എന്നോട് ചോദിച്ചു, ദൈവദാസനെ നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അയച്ചാൽ നീ എവിടെയായിരിക്കും വേല ചെയ്യാൻ वो ആഗ്രഹിക്കുന്നത്? पिता ने मुझसे पूछा से प्रभु का दास, मैंने आपके एक सवाल पूछा, वो प्रभु ने
मुझे सेवकाई के लिए भेजा तो कहाँ जाना चाहता हूँ। രണ്ട് സ്ഥലമുണ്ട്, ഒന്ന് മരുഭൂമിയും ഒന്ന് വലിപ്പച്ചയും. और दूसरी दो जगह बताए, एक अच्छा हरियाली जगह और एक मरुभूमि का रेगिस्तान। വലിപ്പച്ചയിലെ ശുശ്രൂഷ വളരെ ഈസിയാണ്. वो हरियाली का शुश्रूषा सेवकाई बहुत अच्छा है। മരുഭൂമി എന്ന് പറയുമ്പോൾ വളരെ ഞെരുക്കവും കഷ്ടവും ഒക്കെ ഉണ്ട്. एक रेगिस्तान में सेवकाई बहुत कठिन रूप में है। ഞാൻ എന്നും കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ജനങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നത്. मैंने परमेश्वर से बोला कि गरीब लोगों के बीच में सेवा करना चाहता हूँ। അങ്ങനെയുള്ള അടിമാലിയിൽ ഒരു സ്ഥലത്ത് ഞങ്ങളൊരു ശുശ്രൂഷയ്ക്കായി പോകാനിടയായിരുന്നു. ऐसा अड़ीवाली करके एक जगह पे हमने सेवकाई के लिए गए। ഞാൻ 3 വർഷം കർത്താവിന്റെ ശുശ്രൂഷയായിട്ട് അവിടെ ഒരു പ്രവർത്തനമായിട്ട് നിന്നു. वहाँ 3 साल वहाँ सेवकाई में थे हम। ആ പ്രവർത്തനം നടക്കുന്ന സമയത്ത് അവിടെ ദൈവം അനേക ആത്മാക്കളെ നൽകി. वहाँ हमने सेवकाई करने के समय बहुत लोग मसीह में आया। കത്തോലിക്ക പള്ളിയുടെ മുറ്റത്ത് നിന്ന് അനേകരെ പെറുക്കി നമ്മുടെ ആലയത്തിലേക്ക് നമ്മുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ एक कैथोलिक कलीसिया के सामने जाकर भी प्रचार करते हुए बहुत लोगों को लेके आया। ഞാൻ അവരെ പച്ചപ്പുല്ല് കാണിച്ചു കൊടുത്തതല്ല, उनको हरियाली दिखाते हुए नहीं बुलाया। അവരെ ദൈവവചനം എന്ന പച്ചപ്പുല്ലാണ് അവരെ കാണിച്ചത്. ये प्रभु का वचन करके हरियाली को मैंने दिखाया। ഈ ദൈവവചനത്തിന്റെ സത്യത്തെ അറിഞ്ഞപ്പോൾ അവർ ദൈവത്തിലേക്ക് കടന്നു വന്നു. इस प्रभु का वचन को जानने के बाद वो लोग वचन में आ गया। അവിടെ വെച്ച് വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായി. वहाँ एक अलग बातें हुआ था। ഒരു വ്യഭിചാരിയായിരുന്ന ഒരു സ്ത്രീയും തന്നെ 2 പെൺമക്കളും രക്ഷിക്കപ്പെട്ടു. एक औरत था, वो व्यभिचारी था, उनमें 2 लड़कियां थे। അതിന്റെ ആ സ്ത്രീയുടെ ഒരു രഹസ്യ കാമുകനുണ്ടായിരുന്നു. उससे वो जो औरत का और किसी प्रेम कर रखने वाला कोई लोग था। ഇവർ രക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ അവരിൽ നിന്ന് എനിക്ക് വളരെ പ്രതികൂലങ്ങളുണ്ടായി. वो लोग विदार में आया, उनको प्यार करने वाला लोग से हमको बहुत सताव हुआ। 3 ദിവസത്തെ സമയം തന്നു. 3 दिन हमारे लिए दिया। 3 ദിവസത്തിനുള്ളിൽ ആ ദേശത്ത് നിന്ന് വിട്ടുപോയില്ലെങ്കിൽ और 3 दिन के अंदर वो देश को छोड़ के जाने के लिए നീ बोला। താമസിക്കുന്ന നിന്റെ വീടും നിന്റെ സ്ഥലവും പ്രവർത്തനവും എല്ലാം കത്തിച്ചു കളയും. हमारा जो कलीसिया था, वो गांव था, वो घर था, उसको जलाने के लिए वो लोग प्लान बनाया। ദൈവം എന്നോട് പറഞ്ഞു, അയച്ചവൻ ഞാനാ. परमेश्वर मुझे बोला, अगर तुझे मैं भेजा तो ഒരിക്കലും ഫറവോന്റെ മുന്നിൽ കീഴടങ്ങി. मूसा ने फिरौन के सामने सिर झुकाने के लिए नहीं गया। മോശയ്ക്ക് ഒരു കരുതലുണ്ടായിരുന്നു. मूसा को एक संकेत था। മോശയിൽ കൊടുത്തിട്ട് ദൈവം കൊടുത്ത ചില കൃപാവരങ്ങളുണ്ടായിരുന്നു. मूसा के बारे में परमेश्वर एक योजना रखा था। മോശ ഫറവോനോട് പറഞ്ഞത്, मूसा फिरौन के सामने जाकर बोला, 30 അത്ഭുതം ചെയ്താലും तू कितना भी चमत्कार किया तो भी, 100 അത്ഭുതം तू ചെയ്താലും 90 चमत्कार किया तो भी, 100ാമത്തെ അത്ഭുതം ദൈവത്തിന്റേതാ. 100 बातें हैं और 100 बातें परमेश्वर का है। ഹല്ലേലൂയ. हालेलूया, ഹല്ലേലൂയ. हालेलूया। ആ 100ാമത്തെ സ്ഥാനത്ത് എനിക്കൊരു ജയമുണ്ട്. और 100 के जगह पर है, कितनी भी सताव होगा सबकी होने के बाद विजय मेरा है। എന്റെ വാക്കുകൾ എന്നെ ശക്തിപ്പെടുത്തി. और प्रभु का वचन मुझे ताकत दिया। ഞങ്ങളുടെ കർത്താവിന്റെ വേല അവിടെ തുടർന്നുകൊണ്ടിരുന്നു. परमेश्वर का सेवकाई और आगे बढ़ा। അവിടെ ആ സഹോദരിക്കും കുഞ്ഞുങ്ങൾക്കും ബാപ്റ്റിസം കൊടുക്കുമ്പോൾ उन दोनों का बपतिस्मा देने का समय പോലീസ് കേസായി. वहाँ पुलिस का केस आया। പോലീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി വന്ന് ഞങ്ങളുടെ കൂട്ടായി ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ മുൻപിൽ നിർത്തി. पुलिस लोग आकर हमें पकड़ के लेके गया। ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ചോദിച്ചു, ജോസഫ് ജോൺ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ആരാണെന്ന് ചോദിച്ചു. एक पुलिस आकर बोला, जोसेफ जोंगर के फादर कौन है? ഞാൻ തന്നെയാണ്. मेरा पापा ने बोला, मैं ही हूँ। വലിയ ഭയമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ്. और अंदर थोड़ा डरा था, फिर भी बोला मैं ही हूँ। പോലീസുകാരനെ കണ്ട ആരും ഭയപ്പെടും. पुलिस को लेकर हम भी डरता है। ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഭയമില്ല. അന്ന് ഞാൻ എന്റെ കാലത്ത് ഭയങ്കര ഭയപ്പെട്ട ഒരു കാലമുണ്ട്. आजकल लोग तो नहीं डरता है, मेरा समय में मैं बहुत डरता था। ഞാൻ അവരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. आपके ऊपर एक केस आया है करके बोला। പെൺകുഞ്ഞുങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തവരെ നിങ്ങളുടെ മതത്തിലേക്ക് ആക്കുന്നു. ये 3 औरत लोगों को तुम लोग लेके आकर धर्म परिवर्तन किया करके बोला। കംപ്ലൈന്റ് തന്നിരിക്കുന്നത് ആരാണ്? मैंने पापा ने बोला, कौन केस लगाया? കംപ്ലൈന്റ് തന്നിരിക്കുന്നത് ആ സഹോദരിയുടെ ഭർത്താവും ആ സഹോദരിയുടെ ഫാദറും തന്നെ ഒരു ആങ്ങളെയും ഉണ്ട്. അവരാണ്. उनका भाई और पिता ने कंप्लेन दिया करके बोला। ഞാൻ പറഞ്ഞു, അവർക്ക് എന്നോട് പരാതിയുണ്ട്, ഞാൻ എന്നും കാണുന്നവരാ, എന്നോട് നേരിട്ട് പറയാമല്ലോ എന്ന് പറഞ്ഞു. उन लोगों को केस लगाने तो मुझसे सीधा बोलना था करके बोला। അവര് തിരിച്ചറിവില്ലാത്ത കുഞ്ഞുങ്ങളല്ല. ആ സഹോദരി പോസ്റ്റ് മാസ്റ്ററാണ്. ആ സഹോദരിയുടെ കുഞ്ഞുങ്ങൾ 2 പേരും അവർക്ക് 12 വയസ്സോളം ഉണ്ട്. ആ സമയത്ത് അവരോട് വിളിച്ച് നിങ്ങൾ അന്വേഷിക്കും. मैंने बोला, उन लोगों को बुलाकर आप लोग पूछना। उन लोगों मैंने कुछ नहीं बदलाव लिया, परमेश्वर ने അപ്പൊ किया। ഞങ്ങൾ ബാപ്റ്റിസത്തിന് പോകാൻ വേണ്ടി ഇറങ്ങി बपतिस्मा के जाने का समय था। അപ്പോൾ ദൈവദാസന്മാർ അനേകരോട് റോഡിൽ കൂടിയിട്ടുണ്ട്. वहाँ प्रभु का दास लोग भी आए थे, വിശ്വാസികളുണ്ട്. विश्वासी लोग भी आए थे। പോകാൻ ജീപ്പെല്ലാം അറേഞ്ച് जीप ചെയ്തിട്ടുണ്ട്. सब कुछ हम अरेंज किए थे। വലിയ കുട്ടമ്പുഴ എന്ന് പറയുന്ന കുയ്യക്കുട്ടിപ്പുഴ വലിയൊരു പുഴയാണ്. वहाँ एक बड़ा एक नदी था, वहाँ जाने के लिए सोचा था। ആർഭാടമായിട്ട് ബാപ്റ്റിസം നടത്തുവരാണ്. वहाँ बहुत अच्छा माहौल था बपतिस्मा लेने के അങ്ങനെ लिए। ഇരിക്കുന്ന സമയത്ത് ऐसा उस समय में ഈ സഹോദരി കുഞ്ഞുങ്ങളെ വെളിയിലേക്ക് ഇറങ്ങി വന്നു. वो लोग वहाँ बाहर आने का समय ആ സഹോദരി വന്നിട്ട് പറഞ്ഞു, സാറേ ഞാനാണ് ആ വ്യക്തി. वो पुलिस
पुलिस के पास सामने आकर औरत ने बोला मैं ही हूँ व्यक्ति। പോസ്റ്റ് മാസ്റ്റർ ആയതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പോലീസിന്റെ എസ്ഐയോട് और പറഞ്ഞു. पोस्ट मास्टर का काम करने वाला औरत थी, उन्होंने इंग्लिश में बातें किया। പോലീസുകാരൻ തിരിച്ചൊരു വാക്കുപോലും पुलिस പറഞ്ഞില്ല. ने कुछ बातें नहीं किया പറഞ്ഞു നിങ്ങളൊന്ന് സ്റ്റേഷൻ വരെ വന്നിട്ട് വാ പറഞ്ഞു. और एक बार और बोला स्टेशन तक आगे चले जाना। ഇവിടുന്ന് ജീപ്പ് വിളിച്ച് വിശ്വാസികൾ എല്ലാവരും കൂടി ആദ്യം മുന്നോട്ട് പോയി. हमने जीप में सब लोग मिलकर वहां चले गया। വലിയൊരു ജനക്കൂട്ടം पुलिस लोग इस पुलिस स्टेशन के सामने बहुत एक झुंड को मिलेगा। കൈകളിൽ ആയുധങ്ങളുണ്ട്. उनके सामने मारने के लिए बहुत लकड़ी थे അവരുടെ കൈകളിലുള്ള ആയുധം ബൈബിളും പ്രാർത്ഥനയുമാണ്. और लकड़ी नहीं तो उन लोगों का आयुध था, एक वचन लेकर बाइबल को लेकर खड़ा था। ആയുധം പിടിച്ചുകൊണ്ട് സാക്ഷ്യത്തോടെ നിന്നു. वो लोग वचन को लेकर बाइबल को लेकर खड़ा हुआ था। അവരുടെ മധ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു എസ്ഐയുടെ റൂമിലേക്ക് പോയി. उन लोगों के सामने हम भी खड़ा होकर इसे के रूम में चले गया। കടന്ന് പരാതി കൊടുത്തവരെല്ലാം അവിടെ നിൽക്കുകയാണ്. जो लोग केस लगाए वो लोग बाहर खड़ा है। നേരെ ചെന്ന് എന്നോട് എസ്ഐ കസേരയിട്ട് വന്നിട്ട് പറഞ്ഞ് പാസ്റ്റർ ഇരിക്കാൻ പറഞ്ഞു. वो जो एसए ने मुझे अंदर बुलाकर बोला इधर कुर्सी यहाँ बैठिए। ഞാൻ തന്നെ അതിശയിച്ചു പോയി. मैं भी बहुत आश्चर्य हुआ। ഒരു പ്രതിയായിരിക്കുന്ന എന്നോട് പറയാ നിങ്ങൾ ഇരിക്കാൻ. और जो वहाँ मेरा ऊपर के पापा के ऊपर केस लगाए मुझे कुर्सी मिला। ആയിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ഹൃദയത്തിൽ എന്തോരം പ്രവർത്തിച്ചിട്ടുണ്ട്. और एसए मुझे आदर करना है तो पवित्र आत्मा ने उनका हृदय से बातें किया है। അങ്ങനെ ആ പോലീസുകാർ പറഞ്ഞപ്പോ അവിടെ നിന്ന് വേണ്ടി പോലീസിനെ വിട്ടു. वहाँ का पुलिस लोग हमारा साथ भेजा। നിങ്ങളുടെ ശുശ്രൂഷ നടക്കട്ടെ. आप लोग में सेवकाई आगे बढ़ने दो। ഞങ്ങൾ ഒരു വണ്ടി പോലീസിനെ വിടുകയാണ്. वहाँ से पुलिस लोग हमारा साथ भेजा। ഒരു വണ്ടി പോലീസുമായി കടന്നുപോയി ദൈവത്തിന്റെ നാമത്തിൽ ആ യേശു പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ ആ ബാപ്റ്റിസം നടക്കുവാൻ ഇടയായി. पुलिस लोग हमारा साथ खड़ा हुआ, हम बपतिस्मा देने के लिए मदद किया। കോടിനൊക്കെ ഒരു വിഷയമാണ്. वहाँ एक बहुत अच्छा प्रभु ने बहुत बड़ा काम किया। ദൈവത്തിന്റെ തെലുങ്കാനയിലേക്ക് അയച്ചു. वहाँ से प्रभु ने मुझे तेलंगाना में भेजा। ഭാഷ അറിഞ്ഞുകൂടാ. भाषा नहीं पता था, देश पता नहीं था, वहाँ सोने के लिए जगह भी नहीं था। कुछ कपड़ा और कुछ बर्तन हमारा साथ था। അവിടെ ഇറങ്ങി ഞങ്ങൾ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, पवित्र आत्मा ने हमें अगुवाई दिया, अगुवाई के साथ हमने आगे चला। मेदक करके एक जिला के एक जगह पे हमने चले गया। वहाँ से एक भाई ने आकर उनको जो मलयालम पता था वो हमारा पास आया। उन्होंने कपड़ा धोने का एक जाति का व्यक्ति था। एक सऊदी में कुछ मलयाली लोगों के मालिक का नदीन में वो व्यक्ति काम किया था। हमारा बात सुनकर समझ लिया ये मलयाली है। और वो मुझे पूछा आप लोग इधर क्यों आया? परमेश्वर ने हमें भेजा करके हमने उनको उत्तर दिया। हमें मलयालम में बातें किया क्योंकि तेलुगु पता नहीं था। जो बातें मैंने बोला वो बातें उन्होंने समझ लिया। उन्होंने हमें बोला आप लोग क्यों चिंता करता है, आप लोग पीछे मुड़ के देखना। अब पीछे मुड़ के देखा तो हम जो जगह पे खड़ा था उसके पीछे वहाँ सामने तो शटर रूम था, ऐसे ही एक किचन था, एक रूम था, ऐसा वाला एक घर को हमें दिखाया। एक अलग एक रूम था वहाँ एक काम शुरू होने का होकर पेंट मार के सबसे पहले हम था। उन्होंने हमें बोला ये मैं रेंट पे देना चाहता हूँ, ये घर पे आप लोग रहना। पेंट वाला अभी जाएगा, आप लोग अंदर जाकर रहना शुरू करना। जितना किराया देना है वो बातें नहीं किया। हमारा पीछे कहानी क्या है नहीं पूछा। परमेश्वर हमें बोला जो जगह पे तू जाता है मैं तेरे लिए अपना योजना बना के रखूंगा। मैं विश्वास के साथ चले गया। हम विश्वास में गए, वो विश्वास की बात नहीं बना। वो घर पे हम रहना शुरू किया। बच्चे लोगों को पढ़ाने के लिए एक साथ पर्पस से नहीं होगा। एक साल स्कूल में नहीं गया, घर पे ही था। वो पढ़ने के लिए पीछे नहीं था, अच्छा से नंबर लाने वाला बच्चे लोग थे। उन्होंने स्कूल में भेजना है तो पैसा
മാത്രമേയുള്ളൂ. वहाँ इंग्लिश मीडियम स्कूल ही था. അവിടെ ആക്കണമെങ്കിൽ സാധാരണക്കാരെ കൊണ്ട് പറ്റത്തില്ല. वहाँ एक आम आदमी को इंग्लिश मीडियम स्कूल में भेजना नहीं होगा. വെറും കൈയായി കടന്നു ചെന്ന എന്റെ കയ്യിൽ അവിടുത്തെ അതിനുള്ള പണം. खाली हाथ में हम गया था, किसी का पैसा कुछ नहीं था. ഒരു വാഗ്ദത്തമുണ്ട്. परमेश्वर का एक योजना, एक बदला, एक प्रॉमिस था. ഇസ്ഹാക്ക് ചോദിച്ചപ്പോൾ അബ്രഹാം എന്നാ പറഞ്ഞത്? इसहाक ने पूछा था, अब्राहम ने क्या बोला? ദൈവം അവിടെ परमेश्वर मेरे लिए बना के रखा है. हालेलुया, ഹല്ലേലൂയ. हालेलुया. കരുതുന്ന ദൈവത്തെ ഞാനും നിങ്ങളും സേവിക്കുന്നു. हमारे लिए योजना करने वाला परमेश्वर, चिंता करने वाला परमेश्वर का हमारा आदर करता है. കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കിയില്ല എങ്കിലും अगर बच्चे लोगों को स्कूल में नहीं भेजा तो भी മുഖത്തൊരു നിരാശ വന്നില്ല. हम निराश नहीं हुआ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന് ആ ഗേറ്റിന്റെ മുന്നിൽ നിന്ന് വഴിയിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. हम घर के बाहर आकर हर दिन प्रार्थना करते थे. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് വീട്ടില് ഞങ്ങളുടെ കയ്യിൽ ഒരു 5 കിലോ അരിയുണ്ട്. हमारे हाथों में 5 किलो चावल था. അത് സഹോദരി അതിട്ട് വെക്കും, കഞ്ഞിയായിട്ട് വെക്കും, ഞങ്ങളെല്ലാവരും കുത്തിയിരിക്കും. हमने वो क्या उसका कन्नी बनाकर हम वहाँ खाना खाते थे. പ്രാർത്ഥിച്ചോണ്ടിരിക്കും. പ്രാർത്ഥന കഴിയുമ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. हम प्रार्थना करके इधर उधर घूमता था. അങ്ങനെ ഇരിക്കും ഞങ്ങളൊരു ഗേറ്റിന്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സഹോദരൻ കടന്നു പോകും. ऐसा एक दिन में हमारे गेट के सामने एक व्यक्ति आया. സഹോദരൻ വലിയ പോയപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഒരു ദൈവവിധനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ये लोग प्रभु को जानने वाले लोग हैं करके व्यक्ति को समझ आया. ആ സഹോദരൻ കടന്നു വന്നിട്ട് ചോദിച്ചു, वो हमारे पास आकर पूछा. "അത് പാസ്റ്ററാണോ?" എന്ന് ചോദിച്ചു. वो पूछा, आप पादरी हो क्या? തെലുങ്കിലെ ചോദിച്ചത്, "പാസ്റ്റർ നീ ആവുന്ന അത് ചോദിച്ചപ്പോൾ और तेलुगु में हमसे पूछा, आप पास्टर है क्या? അതേന്ന് പറഞ്ഞ് തലയാട്ടി. हाँ करके हमने बोला. ദൈവാത്മാവ് എന്നോട് ഒരു കാര്യം സംസാരിച്ചു. पवित्र आत्मा ने मुझे एक बात बता करके बोला. സ്ഥലമുണ്ട്. वहाँ 12 एकड़ जमीन था उनका. അതിനകത്ത് മുഴുവൻ കൃഷി ചെയ്യുന്നവനാ. वहाँ उन्होंने खेती करते थे. നമ്പർ 1 അരിയാണ് BPT എന്ന് പറയുന്നത്. वहाँ का बहुत अच्छा चावल है BPT नामक में. ഒരു 50 കിലോയുടെ ഒരു സഞ്ചി അരി നിങ്ങൾക്ക് തരാൻ ദൈവാത്മാവിനോട് 50 किलो का चावल हमारे लिए देने के लिए पवित्र आत्मा ने उनको योजना दिया. ഞാനൊന്നും പിന്നെയില്ല. मैंने कुछ बातें नहीं किया. ആ സഹോദരൻ കടന്നുപോയി. और भाई ने वहाँ से चला गया. സൈക്കിളിൽ എന്ന് പറയുന്ന ഒരു 50 കിലോയുടെ ഒരു അരിയും വെച്ച് കെട്ടിക്കൊണ്ടാ. ओ वापस आने के समय उन्होंने चावल को ट्रेली को लेकर वापस आया. ആമേൻ. ഹല്ലേലൂയ. हालेलुया, സ്തോത്രം. हालेलुया. ഏലിയാവിനെ ദൈവം എന്ത് ചെയ്തു? एलिया को प्रभु ने क्या किया? അവന്റെ വിധവയുടെ അടുക്കൽ കരുതി. और विधवा का घर पे उनके വിധവ लिए കൊടുത്തുവെങ്കിലും വിധവ നശിച്ചില്ല. विधवा ने दिया, फिर भी उसका जीवन में कुछ कमी नहीं हुआ. അനുഗ്രഹിക്കപ്പെട്ടു. एलिया को भी अनुग्रह मिला. വിധവയുടെ കുടുംബവും തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടു. विधवा का घर पे और उनका और आने वाला पीढ़ी को भी अनुग्रह मिला. അങ്ങനെ ഞങ്ങൾ ആ സഹോദരന്റെ വീട്ടിൽ പ്രാർത്ഥന उनका തുടങ്ങുകയും घर पे हमने प्रार्थना शुरू किया. എനിക്ക് തെലുങ്ക് അറിഞ്ഞുകൂടാ. तेलुगु पता नहीं था. ഈ സഹോദരൻ അല്പം മലയാളമൊക്കെ മുഖ്യ തട്ടിമുട്ടി വിടും. वो जो भाई को थोड़ा थोड़ा मलयालम आता था. കുറെ നാൾ വീട്ടിലിരുന്ന് പഠിച്ചതിന്റെ പ്രകാരം ഞാനും അവിടെ ഇവിടെ എന്നൊക്കെ പറയുവാൻ എനിക്കും പറയാൻ പറ്റി. कुछ बातें मैं भी तेलुगु में बातें करता था. ഇരിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ കിടക്കാനായിരിക്കും പറയുന്നത്. എങ്കിലും അതിനെ മാറ്റി പറയുമെന്ന് അദ്ദേഹത്തിന് ദൈവം अगर कभी कभी हम बातें करता है बैठो करके बोला तो सोना करके बात आता, फिर भी वो भाई हमारे लिए बदल के बोल रहे थे. അതിനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇരിക്കാൻ പറഞ്ഞത് കിടക്കാനാ പറഞ്ഞത്. ऐसा एक अनुभव है, बैठो करके हमने बोला तेलुगु में, वो सोना करके आते आया. എന്റെ വല്ലവരാണ് ഈ ജഗത്തിന്റെ അടികിട്ടിയത്. वहाँ और कोई लोग हैं तो हमको मारते थे. ദൈവമോടെ നമ്മളെ സഹായിച്ചു. परमेश्वर हमें मदद किया. അങ്ങനെ ഞങ്ങൾ അവിടെ പ്രവർത്തനം തുടങ്ങി. वहाँ हमने सेवकाई शुरू किया. വിശ്വാസത്താൽ ഞങ്ങളുടെ പ്രവർത്തനം. विश्वास के साथ सेवकाई शुरू ദൈവം की. അയച്ചതിന് പ്രകാരമുള്ള ഈ പ്രവർത്തനം. प्रभु हमें भेजा, वो सेवकाई है. ആരുടെ സഹായവുമില്ല. किसी का मदद नहीं है. ഞങ്ങൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടുത്തെ കുറച്ച് പേര് ആദിവാസികളൊക്കെ കടന്നു വരും. वहाँ से कुछ आदिवासी लोग हमारे पास आते थे. പ്രാർത്ഥനയ്ക്ക് വരുന്ന മനുഷ്യരെ കണ്ടാൽ നമുക്ക് ചിരി വരും. वहाँ प्रार्थना करने के लिए आने वाले लोगों को देखा तो हमको हंसी आते हैं. പഴയ നമ്മുടെ ഒരു പേര് ഇത് ബട്ടർഫ്ലൈയുടെ വാലുണ്ടല്ലോ, പട്ടത്തിന്റെ വാല്, നെങ്കോട്ടി. वो छोटा कपड़ा पहन के गांव में घूमते घूमते जैसा वाला लोग हैं. പണ്ടത്തെ കാർത്തൂകാരി കെട്ടുന്ന ഒരു തുണി. बहुत पुराना समय में लोगों पहनते जैसा वाला कपड़ा पहन के आते थे. പേര് പറയാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പറയുന്നില്ല. उसका नाम मैं बताना नहीं चाहता हूँ. ആ സാധനം കൊടുത്തുകൊണ്ട് പള്ളിയിലേക്ക് ऐसा വന്നത്. वाला लोग कलीसिया में आते थे. കുടിച്ചിട്ട് നാടുകളായിട്ടുണ്ട്. वो लोग नहाता नहीं था. പണം കൊണ്ടുവരുന്ന അടുക്കളയ്ക്ക് ചെല്ലാൻ പറ്റത്തില്ല. बहुत बदबू मारने वाला लोग था. കാളയുടെ പോത്തിന്റെ മലമൂത്ര വിസർജന നാറും. उन लोगों के पास गया तो बहुत गंदा बदबू आते थे. അവർക്ക് പ്രൈസറോട് പറഞ്ഞു. उन लोगों को हम जय मसीह की बोला. അവരെയും സ്നേഹിച്ചു. उन लोगों को हमने प्यार किया. അവരെയും കൈകൾ കൊടുത്തു. उन लोगों को हाथ जुड़ाया. ആലിംഗനം ചെയ്തു. हमने उसको आलिंगन किया. അവരെയും ഞങ്ങളോടൊപ്പം ദൈവസേനത്തിൽ ഉൾക്കൊണ്ടു. परमेश्वर का प्रेम में उनको हम पास बुलाया. നമ്മുടെ
ഉപയോഗിക്കുന്ന ചില രീതികൾ പഠിപ്പിക്കുവാൻ ഇടയായി. हमारा जैसा कुछ स्वभाव गुण उनको हमने सिखाया കേവലം ഒരു 5 വർഷത്തെ കാല പ്രയത്നം और 5 साल का हमने मेहनत किया। അങ്ങനെ വന്നുകൊണ്ടിരുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു. ऐसा वाला लोगों के जीवन में बहुत बड़ा बदलाव आया। അവർക്ക് യേശുവാണെന്ന് മനസ്സിലായി. यीशु मसीह कौन है करके बताया। യേശുവിന്റെ പ്രവൃത്തികൾ അവരുടെ കുടുംബങ്ങളിൽ വെളിപ്പെടുന്നു. यीशु मसीह का काम उनके परिवार में हुआ। യേശുവിന്റെ പ്രവൃത്തികൾ അവരുടെ കൃഷിയിടങ്ങളിൽ വെളിപ്പെടുന്നു. यीशु मसीह का काम उनका कामों में भी आया। അവരുടെ കൃഷികൾ അഭിവൃദ്ധിപ്പെടുന്നു. उनका खेती में भी अभिवृद्धि हुआ। അവർ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ वो തുടങ്ങി. परमेश्वर को देना शुरू किया। അവർ കിട്ടുന്നതിന് ഒരു ഭാഗം ദൈവത്തിന് വേണ്ടി കൊണ്ടുവന്നു. जितना मिला वो लोग परमेश्वर को उतना देना शुरू किया। 2 വഴുതനങ്ങയുണ്ടെങ്കിൽ 1 വഴുതനങ്ങയുമായി അവർക്ക് अगर दो का അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. उनको जितना मिला उतना परमेश्वर को देना शुरू किया। परमेश्वर का काम वहाँ पूरा हुआ। ഒരു വിഷയം എനിക്ക് ബാക്കി നിൽക്കുകയാണ്. एक ही काम मेरे जीवन में बाकी था। കുട്ടികളെ സ്കൂളിലാക്കണം. मेरा बच्चे लोगों को स्कूल में जोड़ना है। പണമില്ല. उसका पैसा नहीं है। ഇവരിടുന്ന സ്വർണ്ണക്കാറ്റ് അന്ന് 10 പൈസയാണ്. उन लोग 10 पैसा और छोटा पैसा लेके आते थे। 10 പൈസ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇത് തേഞ്ഞു പോയിട്ട് ഈ 10 എഴുതിയത് കാണാൻ പറ്റാത്ത പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. वो लोग ऐसा वाला पैसा लेके आके डालते जो पैसा है करके भी हमको समझ नहीं आएगा। പൈസ പ്രകാരം കൂടുതൽ അവരും എടുക്കുന്നില്ല. ये पैसा हमें दुकान में दिया तो वो लोग नहीं लेता है। അന്ന് 1 രൂപയ്ക്ക് തേയില കിട്ടും. वो 1 रुपए दिया तो हमको चाय पत्ती मिलते थे। അന്ന് 25 പൈസയ്ക്ക് ചായ കിട്ടും. और वहाँ 25 पैसा दिए उस समय चाय भी मिलते അന്ന് थे। 10 പൈസ കൊടുത്തു കഴിഞ്ഞാൽ 2 കിലോ 3 കിലോ തക്കാളി കിട്ടും. वहाँ हमको 10 पैसा से हमको टमाटर भी मिलते थे। ഞങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ആഹാരം. और वो हमारा खाना बना। ഞങ്ങളുടെ ചർച്ചിലെ ഈ കൂട്ടായ്മ നടക്കുന്ന സ്ഥലത്ത് പോകുവാൻ ഞങ്ങൾ 9 കിലോമീറ്റർ നടന്നു. हम जो कलिशा का जगह है वहाँ जाने के लिए 9 किलोमीटर चलना था। അവിടെ ഫിൽറ്റർ വെള്ളം കിട്ടാനില്ല. वहाँ फिल्टर पानी नहीं ഈ मिलता ബോർ था। വെള്ളമാണ്, അത് ഉപ്പ് വെള്ളമാണ്. ये जो नमक का पानी हमको मिलते ഈ थे। ഉപ്പ് വെള്ളം തന്നെ ഞങ്ങൾ 3-4 വർഷം പിടിച്ചു. हमने 5 साल तक हमने वही पानी पीते हुए ആ चला। ദേശത്ത് ഒരു അഭിവൃദ്ധിയില്ലാത്തൊരു वो ഗ്രാമമായിരുന്നു. एक छोटा सा गांव था। 5 വർഷം കഴിഞ്ഞപ്പോൾ അഭിവൃദ്ധിയായി. 5 साल के बाद वहाँ आशीर्वाद दिवस वाले हमने देखा। ഫിൽറ്റർ കമ്പനി തുടങ്ങി വെച്ചു. वहाँ फिल्टर का कंपनी को हमने देखा। അങ്ങനെ നല്ല വെള്ളം കുടിക്കുവാൻ ദൈവം अच्छा पानी हमको मिलना शुरू किया। എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം എന്താണെന്ന് വെച്ചാൽ मैंने बताने के सारांश के आए हैं। ഈ ആ ഒരു വർഷക്കാലം ഞങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അച്ഛൻ എഞ്ചുടി വാങ്ങിച്ച തെലുങ്കിന്റെ ഭാഷകൾ പഠിച്ചു, തെലുങ്ക് അക്ഷരങ്ങൾ പഠിച്ചു, തെലുങ്ക് പറയാൻ പഠിച്ചു. അങ്ങനെ 6 മാസം കൊണ്ട് ദൈവം ഞങ്ങളെ പൂർണ്ണ രൂപത്തിലാക്കി. हम 6 महीने के अंदर वहाँ का भाषा को सीखना, पढ़ना, लिखना सब सीख लिया। पूरा सेवा करने के लिए प्रभु हमको खड़ा किया। തെലുങ്ക് തട്ടിമുട്ടിയൊക്കെ വിടാൻ തുടങ്ങി. तेलुगु हमने छोटी मोटी तेलुगु बोलना भी शुरू किया। പിന്നെ അവന് പറയാൻ തുടങ്ങി, ഓ ഈ കേരള ഭാഷ കൊണ്ട് ഞങ്ങൾ മടുത്തു എന്ന് ये പറയും. केरला पादरी की वजह से हम थक गया करके वहाँ का लोग ने बोला। ഞാൻ ഒരു കാര്യം കണ്ടാലും വിട്ടുകൊടുക്കുന്ന സ്വഭാവം എനിക്ക്. हमने कुछ बातों को देखा तो पापा ऐसा था, वो छोड़ने वाला व्यक्ति नहीं था। ദൈവവചനത്തിന് വിരുദ്ധമായി എന്ത് കാര്യം ചെയ്തത് അപ്പോൾ അവര് परमेश्वर के वचन का विरुद्ध कुछ काम हुआ तो मैं मुंह पे बातें करता था। എന്നെ പഠിപ്പിച്ച ഗുരുവിനെ എങ്ങനെയാ क्योंकि പഠിപ്പിച്ചത്? मेरा गुरु ने मुझे ऐसा सिखाया എന്നെ था। പഠിപ്പിച്ച ഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട്, मेरा गुरु ने मुझे ये बात बताया। നിനക്ക് 100 രൂപയുടെ ചില്ലറ വേണമെങ്കിൽ अगर किसी की तुझको 100 रुपए का चेंज चाहिए तो അവിടെ അടുത്തേക്ക് ഒരു കടകളുമില്ല, वहाँ कोई दुकान नहीं है, ചില്ലറ കിട്ടാൻ സാധ്യതയില്ല. चेंज नहीं मिलेगा। നിനക്ക് അത്യാവശ്യമാണ് 100 രൂപയില്ല. अगर हमको जरूरत है तो 100 रुपए। അടുത്ത് നോക്കുമ്പോ കള്ളശാപ്പ കാണുന്നത്. वहाँ एक शराब पीने का दुकान है तो ഈ 100 രൂപയുടെ കള്ളശാപ്പിൽ പോയാൽ എനിക്ക് ചില്ലറ किട്ടും. वो शराब पीने वाला दुकान में गया तो 100 रुपए का हमको छुट्टा मिलेगा। പക്ഷേ അവിടെ ദേവദാസനെ എന്നെ കണ്ടിട്ട് ജനമെന്ന് വിളിച്ചു പറയും, परमेश्वर के दास को होने के नाते में लोग मेरे बारे में क्या बोलेगा। കേരള ഭാഷ കള്ളു കുടിച്ചിട്ട് ദൈവമില്ല. केरला पादरी का शराब पी के आया करके बोलेगा। ആ ഒരു മാറ്റം വരാതിരിക്കാൻ വേണ്ടി എന്റെ ഗുരു എന്നെ പഠിപ്പിച്ചതാണ്, ചില്ലറയില്ലെങ്കിൽ ചില്ലറ ഇല്ലാതിരിക്കുക, അത് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. मतलब हमारा नाम बिगड़ने से अच्छा है नहीं ये तो नहीं है, मिलने का समय तक इंतजार में बैठना। അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സ്റ്റഡി ഇയർ കഴിഞ്ഞു. हमारा पढ़ाई का 6 महीना हमारा जीवन में हो गया। സ്കൂളിൽ ചേർക്കുന്ന സമയമായി. स्कूल में जाने का समय हो गया। ഞാൻ എന്റെ മോനെയും ഞാൻ രണ്ടാമത്തെ മോളെയും ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ടുപോയി. വിശ്വാസത്താൽ അവിടെ അഡ്മിഷൻ എടുത്തു. मुझे और मेरा दीदी को इंग्लिश मीडियम स्कूल में भेजा। അവിടെ അഡ്വാൻസ് കൊടുക്കണമായിരുന്നു. वहाँ एडवांस देने का जरूरत था। എന്റെ കയ്യിൽ അഡ്വാൻസ് കൊടുക്കാൻ ഒന്നുമില്ല സാർ എന്ന് ഞാൻ പറഞ്ഞു. एडवांस देने के लिए कुछ नहीं है करके हमने बोला। റെഡ്ഡികൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ജാതി. वहाँ का सबसे बड़ा जाति का लोग है। ആ റെഡ്ഡിയുടെ മുന്നിൽ എനിക്ക് അവർ കസേരയിട്ട് തന്നിട്ട് പറഞ്ഞു, ഗുരു അവിടെ പാസ്റ്റർമാരെ വിളിക്കുന്നത് ഗുരുജി. वहाँ भाषा लोगों को गुरुजी करके बुलाते थे। ഗുരുജി ഇരിക്കാൻ പറഞ്ഞു. गुरुजी बैठिए करके बोला। ഇരുന്നു. मैंने वहाँ बैठा। 2 കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ തന്നു. दोनों को वहाँ एडमिशन दिया। അവിടുത്തെ നമ്പർ 1 സ്കൂളായിരുന്നു. वहाँ एक अच्छा स्कूल में हमको एडमिशन मिला। അഡ്വാൻസ് ഇല്ലാതെ എന്റെ കുഞ്ഞുങ്ങൾക്ക് അവിടെ അഡ്മിഷൻ. एडवांस कुछ नहीं लिया हमको, वहाँ एडमिशन हुआ। ഒരു സബ്ജക്ട് തെലുങ്കാണെന്ന് ഒരു പ്രത്യേകം പറഞ്ഞു.
एक सब्जेक्ट तेलुगु में करके बहुत अच्छा समझाया। എന്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. और बोला, मैं पापा ने बोला तेलुगु में वो लोग कभी भी नहीं गिरेगा। ഞങ്ങളെ ഇവിടെ ആക്കി വെച്ചത്, ഞങ്ങളെ ഇങ്ങോട്ട് നയിച്ചത് സാധാരണ ഒരു മനുഷ്യനല്ല. इधर हमें भेजने वाला एक इंसान नहीं था करके मैंने बोला। സകലത്തിന്റെ അധികാരിയും സൃഷ്ടികർത്താവുമായ ദൈവമാണ്. मेरा परमेश्वर मालिक सबका ऊपर मालिक है, उन्होंने मुझे इधर भेजा करके അദ്ദേഹം बोला। പറഞ്ഞു, നിങ്ങൾ ഡൊണേഷൻ ഒന്നും തരണ്ട. वो कुछ देने का जरूरत नहीं है करके बोला। പക്ഷേ നിങ്ങൾ തരേണ്ട ഫീസിൽ നിന്ന് ഒരു 2000 രൂപ കുറച്ച് തരാം. ओ जो फीस आप लोग भरना है उसमें से 2000 कम करके भरना करके भी बोला। കുഞ്ഞുങ്ങളെ ദൈവത്തിൽ അവിടെ പഠിപ്പിക്കുവാൻ കൊണ്ടുപിടിക്കുക. परमेश्वर मुझे मेरा बेटा लोग बच्चे लोगों को हाथ मिशन देने के लिए मदद किया। ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. परमेश्वर का कृपा है, मैंने एक बात बताना चाहता എന്റെ हूँ। കുഞ്ഞുങ്ങൾ അവിടെയുള്ള ആ ദേശത്ത് ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ തെലുങ്ക് ഭാഷയിൽ അവർ വാങ്ങുന്ന മാർക്ക് എന്ന് പറയുന്നത് 70 കൂടിയാൽ 80 ആയിരുന്നു. वहाँ का लोग का लड़का लोग और बच्चे लोग इस बहाने से सबसे ज्यादा नंबर। എന്നാൽ എന്നെ അയച്ചവനായിരിക്കുന്ന ദൈവം എന്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ പുതുക്കി എഴുതുവാൻ ഇടയായി. वो जो परमेश्वर मुझे भेजा वो मेरा हमारा परिवार में बदलाव लेके आया। ജ്ഞാനത്തിന്റെ ആത്മാവിനെ പകരുവാൻ ज्ञान का ज्ञान बुद्धि का आत्मा को दिया। അവര് തെലുങ്ക് ഭാഷയിൽ 99 മാർക്ക് तेलुगु भाषा में हम अच्छा नंबर लाते थे। हालेलुया। സാറുമാരെ വെച്ച് ഇതെങ്ങനെ സാധിച്ചു? ये कैसा हुआ करके टीचर लोग पूछते थे। രണ്ടാമത്തെ മോള് ഇപ്പൊ ഡൽഹിയിൽ വാങ്ങിച്ച മോള് ഒരിക്കൽ ആ സ്കൂളിൽ നിന്ന് അതിൽ വെച്ച് ഇറങ്ങി പോകേണ്ടി വന്നു. हाँ, वो मेरा दीदी था, वो स्कूल में बीच में पढ़ाई छोड़कर जाने का रास्ता आया। അവരുടെ പഠിത്തത്തിന്റെ മോശം കൊണ്ടല്ല, वो पढ़ने के लिए बीच नीचे तो नहीं था। അവിടെ ഒരു സാർ അനാവശ്യമായിട്ട് ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ കൊച്ചിനെ അടിക്കും. मसीह है काम के नाम पर उसको बहुत और उसका स्वभाव ऐसे तो बहुत सताते थे। അവൻ അടികൊണ്ട് മടുത്തു. वो बहुत मार खाते हुए थक गए थे। ഇതുപോലെ കരച്ചില. वो बहुत रोती थी। ഞാൻ ഇനി പഠിക്കുന്നില്ല പറ്റാന്ന് പറഞ്ഞു. मैं नहीं पढ़ता हूँ करके बोला। നമ്മുടെ മോളെ പഠിക്കാതിരുന്ന് എന്ത് ചെയ്യും? पढ़ाई नहीं किया तो कैसे हो करके पूछा। ദൈവമല്ലേ നമ്മളെ ആക്കിയത്? प्रभु ने इधर पर हमको भेजा करके बोला। നമുക്ക് കേരളത്തിൽ നിന്നാ പോരായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. वो लोग बोला, हम बोलते थे हम केरल में ही रुकना था। എന്റെ ആ മോളും ഈ മോനും ഞങ്ങളുടെ അവസ്ഥയിൽ ഞങ്ങൾ ഓർഫനേജിൽ 2-3 വർഷം പഠിപ്പിച്ചു. ऑर्फनेज में भी हम पढ़े थे। അനാഥമന്ദിരത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ ആക്കി. अनाथ लोग रहते थे वहाँ भी हम पढ़े थे। എങ്കിലും ദൈവത്തിന്റെ വേല ഞങ്ങൾ നിർത്തിയില്ല. प्रभु का सेवकाई को हम नहीं रोका। ദൈവത്തിന്റെ വേല അഭിവൃദ്ധിപ്പെടണമെങ്കിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കണമെന്ന് प्रभु के लिए हम दिया तो प्रभु का सेवकाई और आगे बढ़ेगा। അങ്ങനെ ആ കുഞ്ഞിനെ കൊണ്ട് കേരളം മുഴുവൻ ഇറങ്ങി. प्रभु को वहाँ हमने बच्चों को लेकर बहुत हम घूमा। തെലുങ്കാനയിൽ നിന്ന് വന്ന എന്റെ കുഞ്ഞിനെ ഒരു സ്കൂളുകാരും കൂടി എടുത്തില്ല. तेलंगाना से आए हुए मेरा बेटे को इधर स्कूल में कोई भी ज्वाइन नहीं किया। നിരാശയോടെ മടങ്ങിപ്പോയി. मैंने बहुत निराश होकर वापस चले गया। എനിക്ക് വീടിന്റെ തൊട്ടുപറ്റിയുള്ള ഒരു വ്യക്തി मेरा हमारा घर के सामने साइड पड़ोसी वाला एक व्यक्ति है। 6 കിലോമീറ്റർ അപ്പുറത്തെ സ്കൂളിൽ ഒരു ടീച്ചർ വന്നു. 6 किलोमीटर दूर से एक टीचर ने आया। ഒരു ആദിവാസിയായിരുന്നു. एक आदिवासी टीचर था। ഞങ്ങൾ താമസിക്കുന്ന തൊട്ടുപറ്റിയുള്ള ബിൽഡിങ്ങിൽ താമസിക്കുന്നു. वहाँ पड़ोसी घर पे रहते थे। വൈകിട്ട് ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടി ഞങ്ങൾ സംസാരിക്കുകയും शाम को हम मिलते थे और बातें करते थे। അദ്ദേഹത്തിന് ക്രിസ്ത്യാനികളെ ഭയങ്കര ഇഷ്ടമാണ്. वो मसीह लोगों को बहुत प्यार करते थे। അദ്ദേഹം ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ കാര്യമായിരുന്നു. हिंदू थे फिर भी मसीह लोग थे तो बहुत बस प्यार करते ഞാൻ थे। അദ്ദേഹത്തോട് ഈ വിവരം പറഞ്ഞു. मैंने उनको एक बात बताया। അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ വിഷമിക്കണ്ട, पास्टर जी आप चिंता मत करना करके बोला। നിങ്ങളുടെ മോളെ എന്റെ സ്കൂളിൽ ഞാൻ അഡ്മിഷൻ കൊടുക്കും. मैं आपकी बेटी को हमारे स्कूल में एडमिशन देंगे। തെലുങ്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെന്ന് അർത്ഥം. तेलुगु स्कूल मीडियम स्कूल में है, ഗവൺമെന്റ് സ്കൂൾ. सरकारी स्कूल അങ്ങനെ में। എന്റെ മോളെ ഞാൻ അവിടെ കൊണ്ടാക്കി. वहाँ उनको ज्वाइन किया, അവിടെ പഠിച്ചു. वहाँ वो पढ़ाई हुआ। ആ സഹോദരൻ പോലും ഞെട്ടിപ്പോയി. वो भी बहुत अच्छा अचंभव അവിടെ हुआ। 99 മാർക്കോടെ അവിടെ ഫസ്റ്റ് ക്ലാസ്സിലൂടെ പാസ്സായി. बहुत पहला नंबर आकर उन्होंने पास हुआ। അവിടെ നല്ല മാർക്ക് വാങ്ങി കുട്ടികളുടെ ഫോട്ടോ വെച്ചപ്പോൾ എന്റെ കുഞ്ഞിന്റെ ഫോട്ടോ വെച്ചിട്ട് കേരള എന്ന് താഴെ എഴുതി. वहाँ जब फोटो लगाकर बच्चे लोग पहला नंबर मिलाया, मेरा दीदी का भी नाम डला, वहाँ केरला करके निकाला। ഇതെല്ലാം അതിശയകരമായി. जितने लोग देखा वो लोग आश्चर्य हुआ। ഇതാണ് നമ്മുടെ ദൈവം. ये परमेश्वर का काम ഈ है। ദൈവത്തെയാണ് നമ്മൾ ये സ്വീകരിച്ചിരിക്കുന്നത്. परमेश्वर को हम स्वीकार किया ഈ है। ദൈവത്തെയാണ് നമ്മൾ ये ആരാധിക്കുന്നത്. परमेश्वर को हम आराधना करता ഈ है। ദൈവത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ ഇറങ്ങി ये തിരിച്ചിരിക്കുന്നത്. परमेश्वर का सेवक के लिए हम निकल पड़े हैं। അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി എന്റെ കർത്താവിനുള്ള ഓട്ടം ഇവിടെ വരെയും എന്നെ എത്തിക്കുവാനിടയായി. उस दिन से लेकर प्रभु मुझे दौड़ने के लिए मदद किया, आज इधर तक मैंने आया എന്റെ हूँ। ഭവനക്കാരുടെ മുന്നിൽ ആത്മഹത്യ ചെയ്യാൻ മതിയായിരുന്നു എന്നവരുടെ മുന്നിൽ പറഞ്ഞവരുടെ മുന്നിൽ എന്നെ ദൈവം മാനിക്കുവാനിടയായി. आत्महत्या करने के लिए बहुत लोग, जितने लोग मुझे बोला उनके सामने जिंदा होकर मैं आज इधर खड़ा हूँ। ദൈവകൃപയാൽ എന്റെ മൂത്ത സഹോദരിയെ, ആ സഹോദരി എന്നെ പോലെ തന്നെ ഒരു സഹോദരി എന്നെ പോലെ ഇരിക്കുന്നത്, ആ സഹോദരിയെ ദൈവം വിളിച്ചു വേർതിരിച്ചു. पापा का बड़ी बहन को भी उद्धार में लाया। ഞാൻ തന്നെ ആ സഹോദരിക്ക് ബാപ്റ്റിസം കൊടുക്കുവാനിടയായി. बपतिस्मा देने के लिए प्रभु ने मुझे मदद किया। ആ സഹോദരി ഇന്ത്യ ന്യൂന ചർച്ച കൊണ്ടുള്ള ഒരു വിശ്വാസിയായി.
उनके चर्चों पर कलीसिया का विश्वासी बना। ചർച്ചില്ല. वहाँ एक कलीसिया का विश्वास പക്ഷേ है। മക്കളെല്ലാം ആ സഹോദരി ഉപേക്ഷിച്ചു. सब बच्चे लोगों को छोड़ दिया। മക്കൾക്ക് ആ സഹോദരിയെ വേണ്ട. बच्चे लोगों को छोड़ दिया। എന്റെ ഭർത്താവ് ബാങ്കിൽ ക്ലർക്കായിരുന്നു, അദ്ദേഹം മരിച്ചു. वो बैंक में पैसा भरने का था। എനിക്ക് ഞാൻ വിശ്വാസത്തിൽ വന്നത്. वो लोग उसके बाद विश्वास में आए थे। ഒരിക്കൽ ജനങ്ങളിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഈ സഹോദരി കൊന്തയും വിട്ടുണ്ടാ വന്നത്. और एक बार आने का समय एक माला पहन के आए थे। രാത്രി കേട്ടിട്ട് ഈ സഹോദരിക്ക് കിടക്കാൻ पറ്റുന്നില്ല. वहाँ से आगे सोने के बाद उसको सोना नहीं हुआ। ഇതെന്തോ എനിക്കിത് പൊളഞ്ഞ് സഹോദരിയെ ചുറ്റി വരി. ये क्या है करके सोचने का समय। ഈ സഹോദരി രാത്രിയിൽ എന്നോട് എഴുന്നേൽപ്പിച്ചു. वो मुझे बुला कर ये पूछा, എനിക്ക് കിടന്നിട്ട് ഉറക്കാൻ मुझे പറ്റില്ല. नींद नहीं आ रहा है, कुछ बातें बोले करके बोला। ചേച്ചിക്ക് എന്ത് പറ്റി ചോദിച്ചു. दीदी आपको क्या हो करके मैंने बोला। ചേനയിട്ടുന്ന പോലെ തോന്നുക. मेरा शरीर पर एक सांप का सांप आया करके महसूस किया करके बोला। അപ്പോഴേ മനസ്സിലായി. हमको क्या है समझ आ गया। ചേച്ചി ഒന്നും ഞാൻ ഊരിവെക്കുകയെന്ന് പറഞ്ഞു. ये बातें मेरे बोले माला को निकाल देना। പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കിടന്നു വൈകോളാം. प्रार्थना करके सोने के लिए बोला। ചേച്ചി സുഖമായിട്ട് കിടന്നു वो വൈകി. अच्छा से सोया था। പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ എന്നോട് പറയാ, നിന്റെ ദൈവത്തെ എനിക്ക് വേണം. सुबह होते हुए बोला, तेरा परमेश्वर को मुझे चाहिए। നീ അന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നഷ്ടമായി. तो उस दिन आत्महत्या किया तो मेरे लिए बहुत कमजोरी बात होती थी। ദൈവം നിലനിർത്തിയത് എനിക്ക് വേണ്ടിയാണ് എന്റെ സഹോദരൻ. तेरा परमेश्वर आज से खड़ा किया वो मेरे लिए करके मेरा दीदी ने ആ बोला। സഹോദരി 3 വർഷം മുന്നേ മരിച്ചുപോയി എങ്കിൽ തന്നെ ഞാൻ പറയാണ്, ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ കുടുംബത്തിൽ വെളിപ്പെട്ടു. और दीदी ने इस दुनिया से चले गए, फिर भी परमेश्वर का काम हमारे जीवन में हुआ। അങ്ങനെ വേറെ ചില വ്യക്തികളും വന്നു, പക്ഷെ അവരെല്ലാം മടങ്ങിപ്പോയി. बहुत लोग आए, सब लोग भी वापस मुड़ के चले गए। ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് രാത്രികാലം ദൈവമക്കളെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നാം മടങ്ങി വന്ന് हम क्रिस्त यीशु मसीह का स्वभाव में वापस आने की जरूरत है। ജീവനുള്ള ദൈവമാണ്. जिंदा परमेश्वर हमें बुलाया है। മരിച്ചില്ലായ്മയായി പോയ ദൈവമല്ല. और जो मृत्यु हुआ है ऐसा वाला परमेश्वर नहीं है। മണ്ണടിഞ്ഞു പോയ അനേക ദൈവങ്ങളുണ്ട്. जो लोग मृत्यु होकर मर गए ऐसा वाला परमेश्वर बहुत है। ആറ് ദൈവങ്ങളുണ്ട്. और जो लोग जिंदा है, आप लोग इंसान परमेश्वर बना है। എന്നാൽ നമ്മുടെ ദൈവം പാതാളത്തെയും മരണത്തെയും ജയിച്ചവനാണ്. हमारा परमेश्वर सबका ऊपर विजय पाया है। നമുക്ക് വിശ്വാസം. इधर लोग विश्वास करता है, എത്ര പേർ വിശ്വസിക്കുന്നു? इधर लोग विश्वास करता है। കരങ്ങളും ദൈവത്തെ ദൈവത്തെ സ്തുതിച്ചാൽ हालेलुया। ഈ ദൈവത്തെ ഇന്ന് രാത്രികാലം നിന്റെ ഹൃദയത്തിലേക്ക് വിളിച്ചു വരുത്തുക. ये परमेश्वर को अपने हृदय में स्वीकार നിന്റെ करना। ഹൃദയത്തെ ശൂന്യമാക്കിയിടുക. ये आप हृदय को खाली करके रखना। നീ എന്ന ആ ഭാവത്തെ നീ എന്ന് വെടിച്ചു കളയുക. मैं हो करके सोच को निकाल देना। നിന്റെ എന്തെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ, क्रोध करके सोच को निकालना। ദൈവത്തിന് വിരോധമായി എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, परमेश्वर का विरोध कुछ काम है तो ഇന്ന് രാത്രികാലം നീ ഒന്ന് വെടിഞ്ഞു നോക്ക്. परमेश्वर के सामने आप लोग उसको छोड़ देना। നീ അതൊന്ന് വർദ്ധിച്ചു നോക്ക്. आप लोग उसको छोड़ देना। ഈ ദൈവത്തിന്റെ ഹൃദയത്തിൽ വാസജീവൻ परमेश्वर आपको हृदय में आकर बसना शुरू करेगा। ദൈവത്തിന്റെ മന്ദിരത്തിലേക്ക്, परमेश्वर का मंदिर है आपका हृदय, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാൻ, और आत्मा उतर के आएगा। ദൈവത്തിന്റെ ആത്മാവ് അതിൽ വസിക്കുവാൻ കഴിയും. परमेश्वर का आत्मा आपके हृदय में बसा करेगा। നിന്റെ തലമുറ അനുഗ്രഹിക്കും. आपका पीढ़ी को अनुग्रह मिलेगा। ഒരുവേള സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുകയില്ല. संपत्ति से कुछ नहीं मिलेगा, സ്വർഗീയ സമ്പത്തുകളാൽ അനുഗ്രഹിക്കും. स्वर्गीय संपत्ति से भरेगा। ഈ ലോകത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് സ്വർഗീയ സമ്പത്ത്. इस दुनिया में सबसे बड़ा संपत्ति है स्वर्गीय रूप से। ഒന്നും സമ്പാദിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. परमेश्वर कुछ संपत्ति करने रखने के लिए मुझे पसंद नहीं किया। मैंने ऐसा सोच भी नहीं रखता हूँ, എന്റെ ജീവിതത്തിൽ അങ്ങനെ പ്രാർത്ഥനയില്ല. ऐसा प्रार्थना भी नहीं है। ഒരു കിടപ്പാടത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. मुझे सोने के लिए घर का भी जरूरत नहीं है। എല്ലാവരും പറയുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി. प्रार्थना करने के लिए बहुत लोग बोलता है। എനിക്ക് ഇന്നൊരു ടാലന്റ് ഉണ്ടായിരുന്നു. परमेश्वर मेरे लिए एक अनुग्रह रखा है। ഞാൻ എന്റെ ചെറുപ്പത്തിൽ ടൈലറിംഗ് പഠിച്ചവനാണ്. मैंने एक सिलाई का काम सीखा है। ടൈലറിംഗ് പഠിച്ചതുകൊണ്ട് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ആദ്യം ചെന്ന സ്ഥലത്ത് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. वहाँ सिलाई का एक काम भी मैंने शुरू किया था सेवकाई का समय में। ഒരു ആഡംബരവുമില്ലാതെ അവിടുത്തെ രീതിക്ക് തേങ്ങ ഉടയ്ക്കണം, ചന്ദ്രൻ തിരി കത്തിക്കണം. वहाँ हमने बहुत ऐसा वाला नामदारी लोग करता है, ऐसा वाला काम करना भी पड़ा था, പൂജകൾ നടത്തണം. पूजा भी करना था। ഒന്നും ചെയ്തില്ല. ऐसा वाला काम हम नहीं किया। ചന്ദ്രൻ തോന്നിട്ട് എന്റെ മുന്നിൽ ഒരു റിബൺ കെട്ടി. हमने ऐसा वाला शटर को खोल कर रिबन को काटते हुए ഞാൻ പ്രാർത്ഥന നടത്തുന്ന വീട്ടിലെ സഹോദരനെ വിളിച്ചിട്ട് ഒരു കത്തി കൈ കൊടുത്തു. एक भाई को बुलाकर एक स्केच उनके हाथ में दिया। നീ യേശുവിനോട് പ്രാർത്ഥിച്ച് ഇത് കണ്ടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു. मसीह से प्रार्थना करके उत्खनन करने के लिए बोला। അത് കണ്ടിച്ച് ഉദ്ഘാടനം ചെയ്തപ്പോൾ കൈയടിക്കാൻ ആരുമില്ലായിരുന്നു. वहाँ कोई भी नहीं था हमारा साथ, നോക്കി നിൽക്കാൻ ആരുമില്ല. कोई भी नहीं था। ഇതൊരു ഭ്രാന്തന്റെ ഒരു ജന്മനുകൊണ്ടാണ് അവർ ചിന്തിച്ചത്. वो लोग सोचा हमने एक पागल का काम करना शुरू ചിലർ किया। പറഞ്ഞില്ല 3 ദിവസം കഴിയുമ്പോൾ കൂട്ടി പോകും. 3 दिन में बंद होगा करके लोग ने बोला। 6 മാസം കൊണ്ട് കൂട്ടി പോകും. 6 महीने से बंद होगा करके बोला। വേറെ 6 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിരുന്നു. वहाँ और बहुत इंस्टीट्यूशन थे।
और 17 मिशन प्रभु हमारे लिए वहां दिया। ഓരോ സമ്മറിൽ എനിക്ക് 50 കുട്ടികളെ വെച്ച് പഠിപ്പിക്കുവാൻ 50 लोगों को सिखाने के लिए परमेश्वर ने मदद किया। പഠിക്കുവാൻ പറ്റുന്ന കുഞ്ഞുങ്ങളെ കിട്ടുന്ന എമൗണ്ട് കൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു। पर हमको पढ़ाने के लिए उसमें से जो फीस मिलते थे उसको इस्तेमाल किया। ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്തില്ല, बैंक डिपॉजिट का नहीं है। ഇതുപോലെ പഠിപ്പിച്ചു। രണ്ട് പെൺകുഞ്ഞുങ്ങളെ നഴ്സിംഗ് दो പഠിപ്പിച്ചു। मेरा दीदी लोग और मुझे भी पढ़ाया। ദൈവത്തിന്റെ കൃപയാസമാണ്, परमेश्वर का कृपा है मेरा प्रिय। ദൈവത്തിന്റെ നടത്തിപ്പ്, ये परमेश्वर का अगुवाई है, ദൈവത്തിന്റെ വിളിയും ये परमेश्वर का बुलाहट और चुनाव है। തെരഞ്ഞെടുത്തതാണെങ്കിൽ परमेश्वर चुना है तो നിലത്ത് കിടക്കുന്നവനാണ് अगर आप नीचे सोने वाले व्यक्ति हैं तो നിന്നെ എഴുന്നേൽപ്പിച്ചവൻ वो नीचे से प्रभु आपको उपचार करेगा। അതാണ് എന്റെ ദൈവം। वो मेरा परमेश्वर है। രാത്രികാലം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്। मैं आपको आह्वान करना चाहता हूँ, ക്രിസ്തുവിന്റെ സ്വഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കും। यीशु मसीह का स्वभाव आप में होने का जरूरत है। അവന്റെ താഴ്മയും എളിമയും उनका वो जो नम्रता और दीन था നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പാഠമായിരിക്കണം। हमारे जीवन में जरूर होना है। അവന്റെ നടത്തിപ്പായിരിക്കണം നമ്മുടെ നടത്തിപ്പ്। उसकी अगुवाई से हम चलने की जरूरत है। പറയുന്നത് നമ്മൾ ചെയ്യണം। वो जो बोलता है हम करने की जरूरत है। മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ। वो जो बोलता है वही हम करना है। ലോകത്തിന്റെ മനുഷ്യരെ നമ്മൾ ഭയപ്പെടേണ്ട। इस दुनिया के लोगों से हम डरना नहीं है। ലോകത്തിന്റെ മനുഷ്യരെ നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല। लोगों से हम लोग हमको कुछ नहीं कर सकता है। ഒരുപാട് ചെയ്യാൻ നമ്മുടെ കരുത്തുകൊണ്ടുമായിരിക്കാം। हमारा गला काटता होगा। നിന്റെ ഉള്ളത്തിലുള്ള ആത്മാവിനെ നശിപ്പിക്കാൻ വേണ്ടി കഴിയില്ല। आपके अंदर जो आत्मा है उसको नाश करने के लिए नहीं होगा। ദൈവമായിട്ടുള്ള അവന്റെ ആത്മാവ് परमेश्वर से आपसे रिश्ता पवित्र आत्मा है। സൂക്ഷിച്ചുകൊള്ളണം। आत्मा का रिश्ता को आप संभालना, ഈ ആത്മാവിന്റെ പ്രവൃത്തികളെ നീ സൂക്ഷിച്ചുകൊള്ളണം। आत्मा का काम को आप संभालना। അവിടെ ദുരാത്മാവിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നു। दुरात्मा का काम नहीं है। ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം। हम प्रभु के हाथों में हम समर्पण നമ്മുടെ करते ജീവിതത്തെ हैं। നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം। हम खुद को समर्पण करते हैं। നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം। हम प्रार्थना करते हैं। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കാരണവാരിത്യമായ ദൈവമേ, നല്ല സ്വർഗീയ പിതാവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലം അവിടുന്ന് ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന സമയം കർത്താവിന്റെ വചനത്തിൽ നിന്ന് അവിടുത്തെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുവാൻ, അവിടുത്തെ ദൈവമേ ആ ക്ഷമയെ കുറിച്ച് പഠിക്കുവാൻ, അവിടുത്തെ സ്നേഹത്തെ കുറിച്ച് പഠിക്കുവാൻ ദൈവമേ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കിയുള്ള കർത്താവേ, കടന്നുവന്ന ജനത്തെ ഈ വചനപ്രകാരം അവിടെ ഉറപ്പിക്കണമേ. അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും അവർ ദൈവമേ ഉറപ്പാക്കുന്നവരായി ദൈവമേ മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിന്റെ ഗമനത്തെ അവിടെ സ്ഥിരമാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികപരമായി, സാമൂഹികപരമായി, ആത്മീയപരമായി, ആരോഗ്യപരമായി എല്ലാ വിധത്തിലും അവർ അനുഗ്രഹിക്കപ്പെടാനിടയാണ് കർത്താവേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊരു അനുഗ്രഹമായി മാറുന്ന കർത്താവേ, എളിയവനെ ഉയർത്തിയ കർത്താവ്, എളിയവനെ നടത്തുന്ന കർത്താവ്, ഈ ജനത്തെ നടത്തുമാറാണമേ. ദൈവത്തെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയായി നിങ്ങളുടെ സ്തോത്രം. വീണ്ടും ഒരു വാഗ്ദത്തമുള്ള യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെയും ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളോട് പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. സ്തോത്രം.